നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായകമായ അറസ്റ്റ് ഉണ്ടായതോടെ ഇനി എന്ത് എന്ന ചോദ്യം പ്രസക്തമാണ്. കൊള്ളക്കാർക്ക് അവസരമൊരുക്കിയത് ദേവസ്വം പ്രസിഡന്റായിരുന്ന എൻ വാസു ആണ് എന്ന് SITയുടെ റിമാൻഡ് റിപ്പോർട്ട് പറയുന്നു. സ്വർണം ചെമ്പാക്കാനുള്ള നീക്കത്തിന്റെ തുടക്കം വാസുവിൽ നിന്നാണ് എന്ന് കണ്ടെത്തിക്കഴിഞ്ഞു. അടുത്ത അറസ്റ്റ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാറിന്റേതാണ് എന്നാണ് ഇപ്പോൾ വരുന്ന വിവരം. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പത്മകുമാറിന്റെ പ്രത്യേക അന്വേഷണ സംഘം നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതേസമയം ശബരിമല കട്ടിളപ്പാളി കേസിൽ അഴിമതി നിരോധന നിയമം കൂടി SIT ചുമത്തിയിട്ടുമുണ്ട്. ഈ വിഷയം ചർച്ച ചെയ്യുന്നു ഇന്ന് സൂപ്പർ പ്രൈം ടൈമിൽ. ഡോക്ടർ PK ഗോപനാണ് CPIM-നെ പ്രതിനിധീകരിച്ച്, ശ്രീ അനിൽ ബോസ് കോൺഗ്രസിന് വേണ്ടിയും ശ്രീ ശങ്കുട്ടിദാസ് BJPക്ക് വേണ്ടിയും സംസാരിക്കുന്നു. ആദ്യം ശ്രീ അനിൽ ബോസ്, പ്രതീക്ഷിച്ചതുപോലെ ബോർഡിന്റെ ഭരണാധികാരികളിലേക്ക് എത്തി നിൽക്കുകയാണ് അന്വേഷണം. ഇനി ഒരാഴ്ച കൂടിയേ ഉള്ളൂ അന്വേഷണ സംഘത്തിന്. ഹൈക്കോടതി നിശ്ചയിച്ചിട്ടുള്ള കാലാവധി 6 ആഴ്ചയായിരുന്നല്ലോ. അന്വേഷണ സംഘത്തിന് കാലാവധി നീട്ടി ചോദിക്കാം സ്വാഭാവികമായും. അതിനപ്പുറത്ത് അടുത്ത ഒരാഴ്ച കഴിയുമ്പോഴേക്ക് ബോർഡിനെ നയിച്ച ആളുകൾക്ക് പിടിവീഴുകയാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാമോ? ഇപ്പോൾ വരുന്ന അറസ്റ്റും റിമാൻഡുമൊക്കെ 2019 അയ്യപ്പൻ നിശ്ചയിച്ചതാണ്. അയ്യപ്പൻ നിശ്ചയിക്കാനൊരു കാരണമുണ്ട്. അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനൊപ്പം നിന്നുകൊണ്ട് പാതിരാവിൽ അവിടുത്തെ ആചാരം ലംഘിച്ച് സ്ത്രീ പ്രവേശനത്തിന് വേണ്ടുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്ത് അന്നത്തെ നവോത്ഥാന സമിതിക്കും ഗവൺമെൻറ്റിനും വേണ്ടി ഇരിക്കുന്ന പദവിക്ക് നിരക്കാത്ത പണികൾ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട 3 പേരാണ്. ഒന്ന് മുരാരി, 2 സുധീഷ്, ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള വാസു. ഇതൊക്കെ അയ്യപ്പൻ അന്നേ വിധി എഴുതിയതാണ് എന്നുള്ളതാണ് ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ എനിക്ക് ബോധ്യമാകുന്നത്. ഇപ്പോൾ ഈ കേസിൽ ആരെ നാളെ അറസ്റ്റ് ചെയ്യും, ഇനി ആരെയൊക്കെ അറസ്റ്റ് ചെയ്യണം, ഇതൊന്നും നമുക്ക് മുൻകൂട്ടി പറയാൻ കഴിയില്ലല്ലോ. ഒരു അന്വേഷണം സുഗമമായി നടക്കട്ടെ. എന്തായാലും കോടതിയുടെ ഇതുവരെയുള്ള നടപടിക്രമങ്ങൾ വളരെ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, എന്തായാലും ദേവസ്വം പ്രസിഡൻ്റായാലും ദേവസ്വം കമ്മീഷണറായാലും അവർ മാത്രമല്ല ഈ ഫയലിൽ തീർപ്പ് കൽപ്പിക്കുന്നത്. തീർപ്പ് കൽപ്പിക്കുന്നതിന് റോളുള്ള വേറെ ചില ആളുകളുണ്ട്. 3 തലങ്ങളിൽ പരിശോധന നടത്തിയിട്ട് ഒരു ഫയൽ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിൻ്റെ മുൻപാകെ വരൂ. ആ ഫയലിൽ തീരുമാനമെടുക്കുമ്പോൾ ഇത്തരമൊരു കാര്യമാകുമ്പോൾ അത് ബോർഡ് കൂടി തീരുമാനിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു പ്രസിഡൻറ്റ് മാത്രമാണ് എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പ്രസിഡൻറ്റിനൊപ്പം ഇത് അംഗീകരിക്കുന്നതിന് തീരുമാനത്തിൽ ഒപ്പിട്ട ദേവസ്വം സെക്രട്ടറി ഉണ്ട്, ദേവസ്വം അസിസ്റ്റൻറ്റ് സെക്രട്ടറി ഉണ്ട്, കൂടെ ഉണ്ടായിരുന്ന ബോർഡ് മെമ്പർമാരുണ്ട്, ഈ ഫയൽ എഴുതിയ സെക്ഷൻ ക്ലർക്കുണ്ട്, സൂപ്രണ്ടുണ്ട്. അങ്ങനെ വിവിധ തലങ്ങളിലാണ് വന്നിട്ടുള്ളത്. ഇവരുടെ എല്ലാം പങ്കാളിത്തം കൃത്യമായി പരിശോധിക്കപ്പെടണം. അതിലേറ്റവും പ്രധാനമാണ് അന്നത്തെ സെക്ഷൻ ക്ലർക്കായിരുന്ന ശ്യാം പ്രകാശിൻ്റെ നടപടികൾ. അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള പിന്നീട് വളർച്ച, പ്രമോഷൻ, ഇപ്പോൾ ഇരിക്കുന്നത് വിജിലൻസ് ഓഫീസർ പോസ്റ്റിലാണ്. അദ്ദേഹം സർവീസിലുണ്ട്, ഇപ്പോൾ ജോലിയിലില്ല. അവധിയെടുത്തിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തിനാണ് അവധി, ആര് പറഞ്ഞിട്ടാണ് അവധി, ഇതൊക്കെ അന്വേഷിക്കപ്പെടേണ്ട കാര്യമാണ്. അതുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ 2-3 ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഇത് അവസാനിക്കില്ല. മാത്രമല്ല, ദേവസ്വം പ്രസിഡന്റുമാർ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആണ് എന്ന് പറയുമ്പോൾ സ്ഥായിയായി അവരെ കൺട്രോൾ ചെയ്യുന്ന അവിടുത്തെ ഓഫീസിലേക്ക് വരുന്ന പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റ് വേറെ ഉണ്ട്, പേഴ്സണൽ സ്റ്റാഫ് അടക്കമുള്ള ആളുകൾ. അപ്പോൾ ഇതിൽ ഇപ്പോഴും നമുക്ക് വേണമെങ്കിൽ രാഷ്ട്രീയ എതിരാളി എന്നുള്ള നിലയിൽ ദേവസ്വം പ്രസിഡന്റ് ഇപ്പോൾ ജയിലിൽ പോയിരിക്കുന്നു, സന്തോഷം. ഇനി അടുത്ത പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യണം, അതിനേക്കാൾ വലിയ സന്തോഷമെന്ന് വേണമെങ്കിൽ രാഷ്ട്രീയ എതിരാളിയായി എനിക്ക് പറയാം. പക്ഷേ അവരങ്ങനെ ആയതിൽ അവരുടെ മാത്രം പങ്കാളിത്തമാണോ, അവർക്കാരാണ് ഇത് നിർദ്ദേശം നൽകിയത്, ഈ ഫയൽ ഇങ്ങനെയാക്കി ഇവരുടെ മുന്നിൽ എത്തിച്ചതാരാണ്, ഇവർ തന്നെ പറഞ്ഞിട്ടാണോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിൽപ്പുണ്ട്. അതുകൊണ്ട് ഇത് കേവലം 1-2 വ്യക്തികളിൽ, രാഷ്ട്രീയ നേതാക്കളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമായി ഞാൻ കാണുന്നില്ല. അങ്ങനെ ഇത് അവസാനിപ്പിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഏറ്റവും എന്നെ അതിശയിപ്പിക്കുന്നത് ഈ സെക്ഷൻ ക്ലർക്ക് വിജിലൻസ് ഓഫീസറായിരിക്കുന്നു എന്നുള്ളതാണ്. അന്ന് ഈ ഫയൽ പുട്ടപ്പ് ചെയ്ത സെക്ഷൻ ക്ലർക്ക് വിജിലൻസ് ഓഫീസറായിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. ശരി, ഓക്കെ, നമുക്ക് അത്തരം കാര്യങ്ങളിലേക്ക്. വളരെ ഗൗരവമല്ലേ അത്? ശരി, ഓക്കെ. അപ്പൊ ഇതൊന്നും അറിയാത്ത ആളുകളാണോ പിന്നെ ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത്? ശരി, ഓക്കെ. ദേവസ്വം പ്രസിഡന്റും ബോർഡ് മെമ്പർമാരും ഒക്കെ ഇതൊന്നും അറിയാത്ത ആളുകൾ, ഇവരൊന്നും വായിച്ചു നോക്കാതെ ഒപ്പിട്ട് കൊടുത്തവരാണ്. ശരി, ഒരുപാട് കാര്യങ്ങൾ സ്വാഭാവികമായും രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കൾക്ക്
അതിൻ്റെ വക്താക്കൾക്ക് ഉന്നയിക്കാനുണ്ടാവും. ഞാൻ അങ്ങിലേക്ക് മടങ്ങിയെത്താം. ശ്രീ ഗോപൻ, ഞാൻ ഓർക്കുകയായിരുന്നു ഈ വിവാദം വന്നതിന് ശേഷം ഇതേ ചർച്ചയിൽ അതിഥിയായി ദേവസ്വം മുൻ പ്രസിഡന്റ് വാസു പങ്കെടുത്തത്. അപ്പോൾ അദ്ദേഹം ഈ സ്വർണ്ണക്കൊള്ളയിൽ അദ്ദേഹത്തിൻ്റെ അജ്ഞത വെളിവാക്കിക്കൊണ്ട് പറഞ്ഞ അന്ന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം, ഞാൻ ദേവസ്വം കമ്മീഷണറായി 2019 മാർച്ചിൽ ഒഴിഞ്ഞു, പിന്നീട് ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വരുന്നത് ആ വർഷം നവംബറിലാണ്. ഞാൻ ദേവസ്വം കമ്മീഷണറായി ഒഴിഞ്ഞ് പിന്നെ ദേവസ്വം പ്രസിഡന്റായി വരുന്ന ഈ സമയത്തിൻ്റെ ഇടവേളയുണ്ടല്ലോ, ഒരു 6-7 മാസം, ഈ സമയത്താണ് മുഴുവൻ കാര്യങ്ങളും നടന്നത്. അതുകൊണ്ട് എനിക്ക് യാതൊരു കാര്യവും അറിയാൻ പാടില്ലായിരുന്നു എന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. അന്ന് ഈ കത്തിൻ്റെ കാര്യം മാത്രമേ പുറത്തുള്ളൂ. ഇപ്പോൾ അന്വേഷണ സംഘം കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് ഈ സ്വർണം ചെമ്പാക്കിയതിൻ്റെ തുടക്കക്കാരൻ വാസു ആണ് എന്നുള്ളതാണ്. ഇതിപ്പോൾ CPM-നും ബോധ്യമാവുന്നുണ്ടോ അക്കാര്യം? ശ്രീ അഭിലാഷ് മോഹൻ, CPM-ന് ഇപ്പം ബോധ്യമാകുന്നോ എന്നുള്ള ചോദ്യം അതിനകത്ത് പ്രസക്തമല്ല. കാരണം ഈ ശ്രീ N വാസു ഇത് സംബന്ധിച്ച് നടത്തിയിട്ടുള്ള നിരീക്ഷണത്തെ ന്യായീകരിക്കാനോ അതിനെ ബന്ധപ്പെടുത്താനോ ഒന്നും ഞാൻ തയ്യാറല്ല. നേരെ മറിച്ച് CPM-ൻ്റെ നിലപാട് അന്നേരവും ഇന്നേരവും, അതായത് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടാകുന്ന സമയത്തും അതിനുശേഷവും ഒരു വ്യത്യാസവുമില്ല, ഒരേ നിലപാടാണ്. കാരണം ശബരിമലയിൽ സ്വർണ്ണപ്പാളി അല്ലെങ്കിൽ സ്വർണ്ണം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്വർണം കവർന്നതുമായി ബന്ധപ്പെട്ട് ഏതു വിധത്തിലുള്ള സമീപനവും പോസിറ്റീവായിട്ട് എടുക്കുകയാണ് CPM ചെയ്തത്. അതിൽ ആരെയും സംരക്ഷിക്കേണ്ടതില്ല, ആർക്കും വേണ്ടി വക്കാലത്ത് എടുക്കേണ്ടതില്ല, ആരെയും ബോധ്യപ്പെടുത്തി ഇത് പൊതുജനങ്ങളുടെ ഒരു വിഷയമെന്നുള്ള തരത്തിൽ, വിശ്വാസ സമൂഹത്തിൻ്റെ വിഷയം എന്ന തരത്തിൽ, അതിലൊക്കെ ഉപരിയായിട്ട് ഭരണഘടനാപരമായ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ദേവസ്വം ബോർഡ് എന്ന തരത്തിൽ അത് ശരിയായ ഒരു നിലപാടാണ് CPM എടുത്തത്. അതുകൊണ്ട് CPM-ന്റെ നിലപാടിൽ വാസു എന്നുള്ളതല്ല, നാളെ ആരിലേക്ക് എത്തിയാലും, ശ്രീ N വാസു ആയാലും വേറൊരാളായാലും ശരി, എത്തിയാലും തുടക്കത്തിലേ പറഞ്ഞില്ലേ, പിന്നെന്താ പറയായിരുന്നു. പക്ഷേ അദ്ദേഹം CPM-ന്റെ ലോക്കൽ സെക്രട്ടറി ആയിരുന്ന, 2 തവണ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന, PK ഗുരുദാസൻ മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന, ദേവസ്വം ബോർഡിലെ CPM-ന്റെ പൊളിറ്റിക്കൽ നോമിനി ആയിരുന്നു. ആ നോമിനി എന്നുള്ള നിലയിലാണ് അദ്ദേഹം 2019 ദേവസ്വം കമ്മീഷണറായി മാറിയതിനു ശേഷം പ്രസിഡന്റായി വരുന്നതും. അപ്പോൾ നിങ്ങൾ രാഷ്ട്രീയമായി കണ്ടെത്തി ചൂസ് ചെയ്ത് അപ്പോയിന്റ് ചെയ്ത ഒരാളുടെ ഭാഗത്തു നിന്നാണ് ഇത് വരുന്നത്. സ്വർണം കവർന്ന കേസിൽ അദ്ദേഹം അറസ്റ്റിലാണ് എന്ന് വരുമ്പോൾ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഞങ്ങൾക്കില്ല എന്ന് പറയാൻ പറ്റുന്നത് എങ്ങനെ? ശ്രീ അഭിലാഷ്, ആ സൗണ്ട് ഒന്ന് ക്ലിയർ ചെയ്യണം. അതിനകത്ത് വേറൊരു മ്യൂസിക് കയറി വരുന്നുണ്ട്. ശരി, ഒരു ടെക്നിക്കൽ സൈഡ് ഒന്ന് നോക്കിയേക്കണം. അത് നോക്കാം. ഞാൻ പറഞ്ഞത്, ശ്രീ N വാസു, ഞങ്ങൾ സാധാരണ ദേവസ്വം ബോർഡിലേക്ക് ആളുകളെ കൊടുക്കുന്നത് പൊതുവെ പാർട്ടി ലീഡർഷിപ്പിൽ നിന്നല്ല. പാർട്ടി ലീഡർഷിപ്പിൽ നിന്ന് വളരെ ചുരുക്ക സമയങ്ങളിൽ മാത്രമേ ദേവസ്വം ബോർഡിലേക്ക് ആളിനെ കൊടുക്കൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ശ്രീ പത്മകുമാറും ശ്രീ അനന്തഗോപനും പാർട്ടി ലീഡർഷിപ്പിൻ്റെ ഭാഗമാണ്. അവർ പത്തനംതിട്ടയിലെ ഏറ്റവും മുതിർന്ന നേതാക്കളാണ്. പക്ഷേ ശ്രീ N വാസു യൗവനകാലത്താണ് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാന പ്രവർത്തകനായിട്ടിരുന്നത്. പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടിരുന്നതും അതുപോലെയുള്ള ചുമതലകൾ വഹിച്ചിരുന്നതും യുവജന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നതുമൊക്കെ അദ്ദേഹത്തിൻ്റെ യൗവനകാലത്താണ്. അതിനുശേഷം അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഔദ്യോഗിക വൃത്തിയിലേക്ക് പോവുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഒരു മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആവുന്നത്. അതുകൂടി പറയേണ്ടതായിട്ടുണ്ട്. എക്സൈസ് വകുപ്പ്, തൊഴിൽ വകുപ്പ് മന്ത്രിയായിട്ടിരുന്ന വളരെ ശുദ്ധഗതിയും അതുപോലെ യാതൊരു തരത്തിലുള്ള സാമ്പത്തികം ഒരാൾക്ക് പോലും കുറ്റപ്പെടുത്താൻ കഴിയാത്ത ഒരു മന്ത്രി, അത്തരം ഒരു മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിമാരിൽ ഒരാളായിട്ട് ശ്രീ N വാസുവിനെ പോസ്റ്റ് ചെയ്യണമെങ്കിൽ N വാസു അതിനു മുമ്പ് ഒരു ട്രാക്ക് റെക്കോർഡിലും ഒരു അപകടവും ഉണ്ടായിരുന്ന ആളല്ല. പക്ഷേ ദേവസ്വം ബോർഡിൽ എന്താ സംഭവിച്ചതെന്നുള്ളത് നമുക്ക് ദിവസങ്ങൾ കഴിഞ്ഞേ വ്യക്തമാവുകയുള്ളൂ. ഇപ്പം നമ്മൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ വിശ്വാസത്തിലെടുക്കുന്നു. വളരെ നല്ല അന്വേഷണ ടീമായിട്ടുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നമ്മൾ വിശ്വാസത്തിലെടുക്കുന്നു. അവിടെ നമ്മൾ ശ്രീ N വാസുവിനൊപ്പം അല്ല, അവിടെ ഹൈക്കോടതിക്കും ഇതിന്റെ മറ്റു കാര്യങ്ങൾ അറിയാൻ പറ്റുമെന്ന് പറയുമ്പോൾ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ്. അന്ന് N വാസുവിനെ ചോദ്യം ചെയ്തിട്ടേ ഉള്ളൂ. അന്ന് അങ്ങ് പറഞ്ഞ വാദം, N വാസുവിനെ ചോദ്യം ചെയ്തിട്ട് അറസ്റ്റ് ചെയ്തില്ലല്ലോ, വിട്ടയച്ചല്ലോ. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല ചോദ്യം ചെയ്യലിൽ എന്നതുകൊണ്ടാകാം നമുക്ക് കാത്തിരിക്കാമെന്നായിരുന്നു. അപ്പോൾ നമ്മൾ കാത്തിരുന്നു. ഇന്നലെ ഇപ്പോൾ അദ്ദേഹം അറസ്റ്റിലായി. ഇനി കുറച്ച് ദിവസം കൂടി കാത്തിരുന്നാലും മോഷ്ടിക്കപ്പെട്ട സ്വർണം മോഷ്ടിക്കപ്പെട്ടത് തന്നെയാണല്ലോ. അതിന്റെ ചുമതലയിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് അതിന്റെ ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ഇവിടെ ഇപ്പോൾ ഈ ചെമ്പാക്കാനുള്ള പ്രക്രിയയുടെ തുടക്കക്കാരൻ തന്നെ വാസുവാണ് എന്ന് ഈ അന്വേഷണ ഏജൻസി ആണല്ലോ കണ്ടെത്തിയിട്ടുള്ളത്. അവരാണല്ലോ റിമാൻഡ് റിപ്പോർട്ടിൽ അത് എഴുതി വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഒരാഴ്ച കൂടി കാത്തിരുന്നാലും ഈ കാര്യങ്ങളൊന്നും ഇല്ലാതായി പോവില്ലല്ലോ.
അല്ല ശ്രീ അഭിലാഷ, അപ്പൊ എന്ത് ചെയ്യണമെന്നാ ഈ കാര്യത്തിൽ സമാധാനം പറയണം. എന്ത് ചെയ്യണമെന്നും കൂടെ അങ്ങ് പറഞ്ഞേട്ടെ. അല്ല, എന്ത് സമാധാനമാണ് പറയണ്ടേ? നിങ്ങളുടെ കാലത്ത് എന്താ സമാധാനം പറയേണ്ടത്? ഞങ്ങൾ പാർട്ടി നോമിനേറ്റ് ചെയ്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഇരുന്ന സമയത്ത് ശബരിമലയിലെ സ്വർണം കളവ് പോയത് അത് തന്നെ ഈ അന്വേഷണ സംഘം തന്നെ പറയുന്നത് വിശ്വാസികളുടെ വികാരം തന്നെ വ്രണപ്പെടുത്തുന്ന വിധത്തിൽ എന്നുള്ളതാണ്. അതെങ്ങനെയാണ് അങ്ങനെ സംഭവിക്കുക? നിലവിലെ നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് വിശ്വാസികൾ പരിപാവനവും പുണ്യസങ്കേതവുമായി കാണുന്ന ശബരിമല ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ തന്നെ ക്ഷേത്രത്തിന്റെ മുതലുകൾ ദുരുപയോഗം ചെയ്ത് അനേക ലക്ഷം ഭക്തരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തി എന്നാണ് എൻ വാസുവിനെ കുറിച്ച് പോലീസ് പറയുന്നത്. അദ്ദേഹത്തിന് ജാമ്യം നൽകുന്നത് സമൂഹത്തിൽ തെറ്റായ സന്ദേശം നൽകും എന്ന് കോടതിയിൽ പറഞ്ഞിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ഉദ്യോഗസ്ഥർ ഭാഗമായിട്ടുള്ള അന്വേഷണ സംഘം. ഇതിനപ്പുറം എന്ത് സംഭവിക്കാനാണ് ഇനി? അതേ അഭിലാഷേ, സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥരല്ലയോ ശ്രീ എൻ വാസുവിനെതിരായിട്ട് കോടതിയിൽ രേഖകൾ സമർപ്പിച്ചിരിക്കുന്നത്? അപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് ആരുടെ പക്ഷത്താ? ഈ ഏതെങ്കിലും ക്രമക്കേട് നടത്തിയവരുടെ പക്ഷത്തുണ്ടോ സംസ്ഥാന ഗവൺമെന്റ്? മാത്രമല്ല, സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന മെസ്സേജ് എന്താ ഇക്കാര്യത്തിൽ? സംസ്ഥാന ഗവൺമെന്റ് കോടതിയോട് പറഞ്ഞെന്താ? കോടതിയോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടത് എന്താ? കോടതി ഏതെങ്കിലും ഉത്തരവാദിത്തമുള്ള ഏറ്റവും ശക്തമായ അന്വേഷണ ഏജൻസികളെ വെക്കണം. അത്തരം ഏജൻസിക്ക് എല്ലാവിധ സഹായങ്ങളും ഗവൺമെന്റ് ചെയ്തു കൊടുക്കും. അപ്പോൾ നമ്മുടെ പ്രതിപക്ഷ നിരകളിൽ നിന്ന് ഉയർന്നു വന്ന ആക്ഷേപം SIT വിശ്വാസമില്ല, ഹൈക്കോടതിയുടെ നിരീക്ഷണം മാത്രം പോരാ, മറ്റു ചില ഏജൻസികളെ കൊണ്ടുവരണം. അപ്പോഴും ഞങ്ങൾ പറഞ്ഞു ഈ ഏജൻസിയിൽ ഞങ്ങൾക്ക് വിശ്വാസമാണ്. അപ്പോൾ അവർ പറഞ്ഞെന്താ? ഇത് വാസുവിലേക്ക് എത്തില്ല, വേറൊരാളിലേക്ക് എത്തില്ല, മറ്റു പലയിടത്തും എത്തില്ല, ഇത് ഉദ്യോഗസ്ഥർ മാത്രമായിട്ട് ഒടുങ്ങും. അപ്പോഴും ഞങ്ങൾ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഉദ്യോഗസ്ഥർ മാത്രമല്ലെങ്കിൽ അവരും കുടുങ്ങും. ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇപ്പോൾ വന്നിട്ടുള്ള ഉദ്യോഗസ്ഥരൊക്കെ ഏത് പാർട്ടിക്കാരാ ശ്രീ അഭിലാഷേ? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി VSPയുടെ പ്രവർത്തകൻ, വിശ്വഹിന്ദു പരിഷത്തിന്റെ പ്രവർത്തകൻ, അതുപോലെ മുരാരി ബാബു കോൺഗ്രസിന്റെ പ്രവർത്തകൻ, അതുപോലെ ബൈജു INTUCയുടെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് മാത്രമല്ല, ഇവിടെ ദേവസ്വം ബോർഡ് യൂണിയനകത്തെ INTUCയുടെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു. അത്തരം ഉദ്യോഗസ്ഥർ ചേർന്ന് ഈ എൻ വാസുവിനെ കളിപ്പിക്കുകയാണോ അതോ എൻ വാസു അറിഞ്ഞുകൊണ്ടാണോ ചെയ്തത്? ഒരു തർക്കവുമില്ല. ഞാൻ ഒരു കാരണവശാലും എൻ വാസുവിന് മര്യാദയില്ലാതെ വർത്തമാനം പറയരുത് എന്ന് വാദിക്കാൻ മര്യാദയില്ലാതെ വർത്തമാനം പറയരുത്. ആദ്യം കേസിലെ പ്രതി ആരാണെന്ന് അന്വേഷിച്ചിട്ട് വേണം വർത്തമാനം പറയാൻ. ചർച്ചയിലിരുന്നുണ്ട്. ശരി ശരി ശരി. CPM യൂണിയനിൽപ്പെട്ട ബൈജു, ഞാൻ ഇവിടെ തർക്കം ഉന്നയിക്കുന്നത് അല്ലല്ല, തർക്കം ക്ലാരിറ്റി വരുത്തണം. INTUC ജില്ലാ പ്രസിഡന്റായിരുന്ന ബൈജു കേസിൽ പ്രതിയല്ല. ആദ്യം മനസ്സിലാക്കി. INTUC ജില്ലാ പ്രസിഡന്റായിരുന്ന ബൈജു അല്ല പ്രതി. ശരി, INTUCയുടെ പ്രസിഡന്റായിരുന്ന ബൈജു വേറെ ബൈജു ആണ് എന്നാണ് ഷാനിൽ ബോസിന്റെ വാദം. വേറെ ബൈജു ആണ്, കേസിലെ പ്രതിയല്ല. കേസിലെ പ്രതി ആയിട്ടുള്ള അല്ല അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം അല്ല, തർക്കം വേണ്ട. നമ്മൾ പറയുന്നത് വളരെ ഗൗരവമുണ്ടെന്നേ. അല്ലല്ല, എന്റെ സമയമല്ലേ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ നിങ്ങൾ ചർച്ചയുടെ തുടക്കത്തിലേക്ക് കയറി ഇടപെട്ടാൽ എന്റെ സമയമല്ലേ എനിക്ക് അനുവദിച്ചു. നമ്മൾ അങ്ങനെ ഒരു തർക്കത്തിലേക്ക് പോകണ്ട, പ്രതിയല്ലാത്ത ഒരു തർക്കത്തിലേക്ക് പോകണ്ട. ശരി, അത് താങ്കൾ ഉന്നയിച്ചല്ലോ. ഞാൻ ആ വാദം എടുക്കുന്നു. ശരി ശരി. അല്ല, ഇത് നമ്മൾ അങ്ങനെ ഒരു വാക്ക് തർക്കത്തിലേക്ക് പോകണ്ട. ഷാനിൽ ബോസ് അങ്ങ് ഉന്നയിച്ച പോയിന്റ് ഞാൻ കേട്ടല്ലോ. ഇനി അതൊരു തർക്കത്തിലേക്ക് പോകണ്ട. ശരി, തർക്കത്തിലേക്ക് പോകണ്ട. ആ പോയിന്റ് എടുത്തല്ലോ, ആ പോയിന്റ് ഉന്നയിച്ചല്ലോ. ശരി, അങ്ങ് ഇനിയിപ്പോ ക്ഷമിക്കൂ ഷാനിൽ ബോസ്. ശ്രീ ഗോപൻ ഇവിടെ ഒരു വിഷയം ക്ലാരിഫൈ ചെയ്തതാണ്. താങ്കൾ ഉന്നയിച്ച INTUCയുടെ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള ബൈജു അല്ല ബൈജു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വാദം. ഓക്കെ, ആ തർക്കം അവിടെ തീർന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്കളുടെ പോയിന്റ് കൺക്ലൂഡ് ചെയ്യണം. എനിക്ക് അടുത്ത ആളിലേക്ക് പോകണം. അല്ല ശ്രീ അഭിലാഷേ അതൊക്കെ അദ്ദേഹം ക്ലാരിഫൈ ചെയ്യട്ടെ. പക്ഷേ ദേവസ്വം ബോർഡിൽ അദ്ദേഹം ജീവനക്കാരനായിട്ടിരിക്കുമ്പോൾ INTUCയുടെ യൂണിയന്റെ സംസ്ഥാന ഭാരവാഹിയാ. അതല്ലെന്ന് ഷാനിൽ ബോസ് പറയട്ടെ. ശരി, ഓക്കെ, അത് അദ്ദേഹത്തിന്റെ സമയത്ത് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു വന്നത് എന്താ ഇത് ഗവൺമെന്റ് എടുത്ത നിലപാട്. നിങ്ങൾ എന്താ ഈ പറയുന്നത്? ശ്രീ ഞാൻ ബൈജു ദേവസ്വത്തിലെ ജോലിക്കാരനല്ല എന്ന് പറഞ്ഞില്ല. അദ്ദേഹം ദേവസ്വത്തിൽ AO ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ദേവസ്വം തിരുവാഭരണം അവിടുത്തെ എംപ്ലോയീസ് ഫ്രണ്ടിന്റെ പ്രസിഡന്റാണ്. അതിലൊന്നും എനിക്ക് തർക്കമില്ലാന്ന്. INTUC ജില്ലാ പ്രസിഡന്റാണ്, യൂത്ത് കോൺഗ്രസ് നേതാവാണ്, തർക്കമില്ല. ഈ കേസിൽ പ്രതിപാദിച്ചിട്ടുള്ള ബൈജു അതല്ല. അതാണ് പോയിന്റ്. ഈ കേസിൽ പ്രതിപാദിക്കുന്ന ബൈജു അതല്ല. നിങ്ങൾ ചുമ്മാതെ വസ്തുതാവിരുദ്ധമായി വ്യക്തിഹത്യ ചെയ്യുന്ന സമീപനം മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞ വിഷയം
ആ താങ്കൾ പറഞ്ഞ വിഷയം എന്താണ്? കൺക്ലൂഡ് ചെയ്യൂ. ഗോപൻ എന്ന് പറയുന്ന ഒരാൾ വേറൊരു കേസിൽ പ്രതിയായാൽ താങ്കളാണെന്ന് ഒരാൾ ചർച്ച വന്നിരുന്നു പറഞ്ഞാൽ അല്ല, അത് കഴിഞ്ഞല്ലോ, അത് ഒരു തവണ പറഞ്ഞു ഉന്നയിച്ച് കഴിഞ്ഞല്ലോ. ശരി, ഞാൻ ചോദിക്കുന്നു, ഗോപൻ എന്ന് പറയുന്ന ഒരാൾ മറ്റൊരു കേസിൽ ബൈജുവിന്റെ രാഷ്ട്രീയ ബന്ധം ഏത് എന്നുള്ളതല്ലല്ലോ നമ്മുടെ ചർച്ച. അതിനേക്കാൾ ഗൗരവമുള്ള വിഷയമുണ്ട്. നമുക്ക് ആ വിഷയം അവിടെ അവസാനിപ്പിക്കാൻ ഞാൻ രണ്ടുപേരിലേക്ക് മടങ്ങിയെത്താം. ശ്രീ ശങ്കുട്ടിദാസ്, ആ കേസിൽ കക്ഷിയല്ലാത്ത കേസിൽ പ്രതിയല്ല, ശരി, അത് പറഞ്ഞു കഴിഞ്ഞല്ലോ, ഉന്നയിച്ച് കഴിഞ്ഞല്ലോ. ഒരാളുടെ പേര് ഒരു ഇത്രയും വലിയ പ്ലാറ്റ്ഫോമിൽ അകാരണമായി ഉന്നയിക്കുമ്പോൾ അത് ചലഞ്ച് ചെയ്യണ്ടേ? ശരി, അത് ചലഞ്ച് ചെയ്ത് കഴിഞ്ഞല്ലോ. ചലഞ്ച് ചെയ്ത് കഴിഞ്ഞു. അലങ്കാരമാക്കുന്നവർ അലങ്കാരമാക്കിക്കോ. ശരി, ഞങ്ങൾക്ക് അത് അംഗീകരിക്കാൻ കഴിയും. ശരി, ചലഞ്ച് ചെയ്ത് കഴിഞ്ഞല്ലോ. ഓക്കെ, ഫൈൻ, ഞാൻ വരാം. ശ്രീ എനിക്ക് നേരെ ബോധ്യമുള്ളത് കൊണ്ടാണ് പറയുന്നത്. ശരി സാർ, ശരി ശരി, അത് ഉന്നയിച്ച് കഴിഞ്ഞല്ലോ. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകണം, അതുകൊണ്ടാണ്. ശ്രീ ശങ്കുട്ടിദാസ്, ഇവിടെ ഇപ്പോ അന്വേഷണം വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരുന്നു. നേരത്തെ പല കോണുകളിൽ നിന്നും നിങ്ങളടക്കം ആക്ഷേപം ഉന്നയിച്ചത് ഇത് സർക്കാരിന് കീഴിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരാണ്, മേൽനോട്ടം കോടതിയുടേതാണ്, അന്വേഷണ കമ്മീഷനെ രൂപീകരിച്ചത് കോടതിയാണ്, എന്നാൽ പോലും ഉദ്യോഗസ്ഥർ സംസ്ഥാന സർക്കാരിൻ്റെതാണ്, അതുകൊണ്ട് മുകളിലേക്ക് എത്തില്ല, ഉദ്യോഗസ്ഥരിൽ ഒതുങ്ങുമെന്നൊക്കെയായിരുന്നു. ഇപ്പോൾ എൻ വാസുവിലേക്ക് എത്തിയിരിക്കുന്നു. എൻ വാസുവാണ് ഇക്കാര്യത്തിൽ ഇപ്പോൾ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ തന്നെ പരിശോധിച്ചാൽ അതിൽ തന്നെ ഏറ്റവും CPM-നെ സംബന്ധിച്ച് വിശ്വസ്തൻ എന്ന് പറയാൻ കഴിയുന്നത്, അവരുടെ പാർട്ടിയുടെ നേതാക്കളായിരുന്ന ആളുകളെക്കാൾ കൂടുതൽ വിശ്വസ്തൻ എന്ന് പറയുന്നത് എൻ വാസുവാണ്. എൻ വാസുവിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നു. അദ്ദേഹം അറസ്റ്റിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്വേഷണം ശരിയായ ദിശയിലാണല്ലോ. ഈ അന്വേഷണം പോരാ, വേറെ അന്വേഷണം വേണം എന്ന ആവശ്യം ഇനി ഏതെങ്കിലും തരത്തിൽ ഉന്നയിക്കാവുന്നതാണോ, നിലനിൽക്കുന്നതാണോ? നോക്കൂ ശ്രീ അഭിലാഷ്, ഇവിടെ കേന്ദ്ര ഏജൻസികളുടെ കീഴിൽ ഒരു അന്വേഷണം വേണമെന്ന് BJP ആവശ്യപ്പെട്ടതിന് അക്കാലത്ത് തക്കതായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നു തുടങ്ങിയ സമയത്ത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊരു മൾട്ടി സ്റ്റേറ്റ് ക്രൈമാണ്. ഒരു സംസ്ഥാനത്ത് മാത്രം നടന്ന ക്രൈമല്ല. ഇതിൻ്റെ കുറേ കാര്യങ്ങൾ കേരളത്തിലാണ് നടന്നിട്ടുള്ളത്, കുറച്ച് കാര്യങ്ങൾ ബാംഗ്ലൂരിലാണ് നടന്നിട്ടുള്ളത്, ചില കാര്യങ്ങൾ ഹൈദരാബാദിലാണ്, കുറേ കാര്യങ്ങൾ ചെന്നൈയിലാണ്. 4 സംസ്ഥാനങ്ങൾ ഇൻവോൾവ് ആയിട്ടുള്ള ക്രൈമാണ്. അതുകൊണ്ട് ഒരു സംസ്ഥാന പോലീസ് അന്വേഷിച്ചാൽ പോരാ, ഒരു മൾട്ടി സ്റ്റേറ്റ് ഏജൻസി അല്ലെങ്കിൽ ഒരു ദേശീയ ഏജൻസി അന്വേഷിക്കേണ്ട ആവശ്യമുണ്ട്. 2, ഇത് സർക്കാരിനെതിരെ തന്നെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഒരു ആരോപണമാണ്. സർക്കാരിൽ ഉന്നതന്മാരായിട്ടുള്ള മന്ത്രിമാരുൾപ്പെടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുൾപ്പെടെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ആരോപണമാണ്. അങ്ങനത്തെ ഒരു കേസ് സംസ്ഥാന സർക്കാരിന് കീഴിലെ പോലീസ് അന്വേഷിച്ചാൽ അതിലൊരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവും തുടങ്ങിയിട്ടുള്ള വളരെ സ്വാഭാവികമായ, വളരെ സാമാന്യമായിട്ടുള്ള വാദങ്ങളാണ് നമ്മളെല്ലാവരും ഉന്നയിച്ചിട്ടുള്ളത്. അതിൽ തെറ്റുമില്ലതാനും. എന്നാൽ ഈ കാര്യത്തിൽ ഹൈക്കോടതി ഒരു നിലപാട് സ്വീകരിച്ചു. എന്താണ്? ഹൈക്കോടതി തന്നെ ഒരു ടീമിനെ ഹാൻഡ് പിക്ക് ചെയ്തു. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ഹൈക്കോടതി തന്നെ SI മുതൽ ADGP വരെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ പേരുകൾ നിർദ്ദേശിച്ച് ഹാൻഡ് പിക്ഡ് ആയിട്ടൊരു ടീമിനെ എടുത്തിട്ട് അവരോട് അന്വേഷണത്തിന്റെ ചുമതല ഏൽപ്പിക്കുകയും ഹൈക്കോടതിയെ മാത്രം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം. അതിനിടയിൽ മറ്റു കോടതികളിൽ പോലും റിപ്പോർട്ട് ഫയൽ ചെയ്യുന്നതിന് മുമ്പ് കോടതിയോട് ചോദിക്കണം, പോലീസിനെയോ ദേവസ്വം ബോർഡിനെയോ ഈ കാര്യങ്ങളിൽ, സർക്കാരിനെയോ ദേവസ്വം ബോർഡിനെയോ ഈ കാര്യങ്ങളിൽ ഉൾപ്പെടുത്തരുത്, വേണമെങ്കിൽ ദേവസ്വത്തിന്റെ രേഖകൾ മുഴുവൻ കൺഫിസ്കേറ്റ് ചെയ്യാം, പിടിച്ചെടുക്കാം, മഹസർ ഉൾപ്പെടെ പിടിച്ചെടുക്കാം, എല്ലാം സീൽഡ് കവറിൽ മാത്രമേ കോടതിയിൽ ബോധ്യപ്പെടുത്താവൂ തുടങ്ങിയിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള കുറേ പ്രിക്കോഷണറി മെഷേഴ്സ് എടുത്തുകൊണ്ടാണ് കോടതി ഒരു അന്വേഷണത്തിന് ഇടപെട്ടിട്ടുള്ളത്. അവിടെ തന്നെ സർക്കാരിനെ വിശ്വസിക്കാൻ കഴിയില്ലെന്നുള്ള ഒരു നിലപാട് കോടതി സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കോടതി സ്വന്തമായിട്ട് തന്നെ ടീമിനെ ഹാൻഡ് പിക്ക് ചെയ്യുന്നതും കോടതിയിൽ കാര്യങ്ങൾ ബോധിപ്പിക്കുന്നതിന് പോലും ഇത്രയേറെ മാനദണ്ഡങ്ങൾ നിഷ്കർഷിച്ചതും. അതിനുശേഷം കോടതിയെ വിശ്വാസമില്ലാത്തൊരു പ്രശ്നം ഇവിടെ ഇല്ല. ആ സമയത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള എന്താ, ശരി, കോടതി അനുവദിച്ചിട്ടുള്ള 6 ആഴ്ചത്തെ സമയം കഴിയട്ടെ, അതിനുശേഷമുള്ള അന്വേഷണത്തിന്റെ പുരോഗതിക്ക് അനുസരിച്ച് ഈ അന്വേഷണം തൃപ്തികരമാണോ അല്ലയോ എന്ന് പറയാം എന്നുള്ളതാണ്. ഇപ്പൊ നോക്കൂ, ഈ അന്വേഷണം അതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു. എന്നാൽ ഇതൊന്നും ഒരു അസ്വാഭാവികമായിട്ടുള്ള, നമ്മൾ ആരും സങ്കല്പിക്കാതിരുന്നിട്ടുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം കണ്ടെത്തിയതൊന്നുമല്ല. ഈ കേസിന്റെ പ്രൈമറി ഫാക്ട്സ് അറിയുന്ന ഏതൊരാൾക്കും മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ കേസിലെ അന്വേഷണം എൻ വാസുവിലേക്കും പത്മകുമാറിലേക്കും ഒക്കെ എത്തും. അവർ ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെയാണ് അവരുടെ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ഒരു വലിയ സ്വർണ്ണ കവർച്ചയെ പറ്റി അന്വേഷിക്കാൻ സാധിക്കുക? എന്നാൽ ഈ സമയത്തിന്റെ ഒരു പ്രാധാന്യം ഞങ്ങൾ മനസ്സിലാക്കുന്നത്, എൻ വാസുവിന്റെ അറസ്റ്റ് നടന്നതോട് കൂടിയിട്ട് ഈ കേസിൽ ആദ്യത്തെ ഹൈ പ്രൊഫൈൽ പൊളിറ്റിക്കൽ അറസ്റ്റ് നടന്നിരിക്കുകയാണ്. അതായത് ഒരു രാഷ്ട്രീയ ബന്ധം കേസിൽ നേരിട്ടിട്ട് ഇനി ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത വണ്ണം CPM-ന്റെ ഒരു തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള അവരുടെ ഏജന്റ് തന്നെ ഈ കേസിൽ പ്രതിയാണെന്ന് വന്നിരിക്കുകയാണ്. ഇനി ഈ കേസിൽ രാഷ്ട്രീയമില്ലെന്നോ CPM-ന് പങ്കില്ലെന്നോ അത് കേവലം ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള തിരിമറിയാണെന്നോ എന്നുള്ള വാദത്തിന് യാതൊരു സ്കോപ്പും ഇല്ല. കാരണം എന്താണ്, അങ്ങനെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻ വാസു എന്ന് പറയുന്ന ആൾ CPM-ന്റെ അവിടുത്തെ ഏരിയ ചുമതലയിൽ ഇരുന്നിരുന്ന നേതാവാണ്, ലോക്കൽ സെക്രട്ടറി ആയിരുന്ന ആളാണ്, പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ആളാണ്, പിന്നീട് PK ഗുരുദാസന്റെ പേഴ്സണൽ സ്റ്റാഫിൽ PA ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അതിനുശേഷം സർക്കാർ തന്നെ 2 തവണ ദേവസ്വം കമ്മീഷണർ ആക്കിയിട്ടുള്ള ആളാണ്. അങ്ങനെ
അദ്ദേഹം രണ്ടാമത്തെ തവണ ദേവസ്വം കമ്മീഷണർ ആക്കിയത് ശരിയല്ല, അദ്ദേഹം അയോഗ്യനാണ്, അദ്ദേഹത്തിന് എക്സ്റ്റൻഷൻ കൊടുക്കരുതെന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ ഹർജി ഉണ്ടായി. ഹൈക്കോടതി ഇദ്ദേഹത്തെ ഡിസ്ക്വാളിഫൈ ചെയ്ത സമയത്ത് അയാളെ ശബരിമലയിൽ തന്നെ നിലനിർത്തണമെന്നുള്ള നിർബന്ധ ബുദ്ധി കൊണ്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് ദേവസ്വം ബോർഡ് കമ്മീഷണർ ആയിരുന്ന ആളെ ദേവസ്വം ബോർഡ് മെമ്പർ ആക്കുകയും പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കുകയും ചെയ്തിട്ട് ശബരിമലയിൽ നിലനിർത്തിയതാണ് CPM-ന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള താല്പര്യപ്രകാരം. അങ്ങനെ ഒരാൾ ഈ കേസിൽ പ്രതിയാണ്, കുറ്റക്കാരനാണെന്ന് വരുമ്പോൾ ഈ കേസിൽ കുറച്ചുകൂടി വ്യാപ്തി ഉണ്ടാവുന്നുണ്ട്, ഇതിന്റെ കോൺസ്പിറസിക്ക് കൂടുതൽ വ്യാപ്തി ഉണ്ടാവുന്നുണ്ട്. ഈ N വാസുവിനെതിരെ ചുമത്തിയിട്ടുള്ള കേസുകൾ എന്താണ്, കുറ്റങ്ങൾ എന്താണെന്നുള്ളത് പരിശോധിക്കണം. ഇത് ഫോർജറി, വ്യാജരേഖകൾ ചമയ്ക്കൽ. കാരണം ആദ്യമായിട്ട് ശ്രീ N വാസുവാണ് സ്വർണത്തെ ചെമ്പാക്കി മാറ്റുന്നത്. എക്സിക്യൂട്ടീവ് ഓഫീസർ 2019 മാർച്ചിൽ ഇദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള കത്തിൽ ഈ സ്വർണ്ണപ്പാളികൾ മരാമത്ത് പണികൾ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നാണ് പറയുന്നതെങ്കിൽ N വാസു ഈ കത്ത് ദേവസ്വം ബോർഡിലേക്ക് കൊടുക്കുന്ന സമയത്ത് ചെമ്പ് പാളികൾ സ്വർണം പൂശേണ്ടതുണ്ട് എന്നാക്കി. അപ്പോൾ ആദ്യമായിട്ട് സ്വർണ്ണത്തെ ചെമ്പാക്കിയിട്ടുള്ള വിദ്വാൻ N വാസുവാണ് എന്നുള്ളത് വ്യക്തമായിരുന്നു. N വാസു ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ ഈ സ്വർണ്ണാഭരണങ്ങളെ ഏൽപ്പിക്കാൻ നേതൃത്വപരമായിട്ടുള്ള പങ്ക് വഹിച്ചു എന്നുള്ളതുണ്ട്. 3, ദേവസ്വത്തിലുള്ള മറ്റു ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഈ കവറപ്പ് നടത്താൻ വേണ്ടിയിട്ട് ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ആന്റി കറപ്ഷൻ നിയമപ്രകാരം, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം കൂടി, അഴിമതി നിരോധന നിയമപ്രകാരം കൂടി ഇവിടെ കേസ് വരണം. അപ്പോൾ അവിടെ വരുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, ശബരിമലയിൽ 20 കൊല്ലമായിട്ട് ഇത്രയും വലിയ അളവിൽ സ്വർണം അവിടെ സൂക്ഷിക്കപ്പെടുന്നുണ്ട്. ആ സ്വർണം അവിടുന്ന് തട്ടിയെടുക്കണമെന്ന് നിക്ഷിപ്ത താല്പര്യക്കാരായിട്ടുള്ള ചില ആളുകൾ ആഗ്രഹിച്ചിരുന്നു. അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു, അവർക്ക് താല്പര്യമുള്ള ആളുകളെ വെച്ചുകൊണ്ട് അവരുടെ ഈ ഓപ്പറേഷൻ നടത്താൻ സാധിക്കുന്ന ആളുകളെ ബോർഡിന്റെ പ്രധാനപ്പെട്ട ചുമതലകളിലും ഉദ്യോഗസ്ഥന്മാരായിട്ട് നിർത്തി. എന്നിട്ട് ഇവരുടെ നേതൃത്വത്തിൽ വ്യാജമായ രേഖകൾ ചമച്ചും രേഖകൾ തിരുത്തിയിട്ടും സ്വർണം കടത്താൻ ഒരു പദ്ധതി ഉണ്ടാക്കി. ഈ സമയത്ത് പൊതുജനത്തിന്റെ ശ്രദ്ധ ശബരിമലയിൽ നിന്ന് തിരിക്കാൻ വേണ്ടിയിട്ട് യുവതീ പ്രവേശനത്തിന്റെ ഒരു വിഷയം കൊണ്ടുവന്ന് അവിടെ വലിയ വിവാദവും പോലീസ് ആക്ഷനും അറസ്റ്റും നാട്ടിൽ വനിതാ മതിലും ഒക്കെ ആയിട്ട് ജനങ്ങളുടെ അറ്റൻഷൻ മുഴുവൻ അവിടെ നിന്ന് മാറ്റി. എന്നിട്ട് ഈ ജനശ്രദ്ധ തിരിച്ചിട്ടുള്ള ഈ പഴുത് ഉപയോഗിച്ചുകൊണ്ട് ശബരിമലയിൽ നിന്ന് 30 കിലോയോളം സ്വർണം തട്ടിയെടുക്കുകയും ആ സ്വർണത്തിന് പകരമായിട്ട് അവിടെയെല്ലാം ചെമ്പ് വെച്ച് റീപ്ലേസ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഈ കാര്യം പൊതുസമൂഹം അറിയാതിരിക്കാൻ വേണ്ടി തുടർന്നും ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട് ഈ രേഖകൾ മുഴുവൻ ക്ലെൻസ് ചെയ്യുകയും ഈ രേഖകളിൽ നിന്ന് ഈ തെളിവുകൾ മുഴുവൻ നശിപ്പിക്കുകയും ചെയ്തു. ഈ കാര്യം N വാസു എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥന് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്നതാണോ അതോ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ അനുമതിയോടും ആവശ്യപ്രകാരവുമാണോ ചെയ്തത് എന്ന പ്രധാനമായിട്ടുള്ള ചോദ്യം അവിടെ വരുന്നുണ്ട്. N വാസുവിനെ ശബരിമലയിലെ കമ്മീഷണറാക്കി വെച്ചത് CPM ആണ്, CPM-ന്റെ താല്പര്യപ്രകാരമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. എന്തിനാണ് പൊളിറ്റിക്കൽ നോമിനികളെ വെക്കുന്നത്? പൊളിറ്റിക്കൽ നോമിനികളെ വെക്കുന്നത് തങ്ങളുടെ രാഷ്ട്രീയപരമായിട്ടുള്ള താല്പര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ CPM-ന് കൃത്യമായിട്ടൊരു താല്പര്യം ഉണ്ടായിരുന്നു. എന്ത് 2019 കാലത്ത് N വാസു ശബരിമലയിലെ നിർണായക പദവിയിൽ ഉണ്ടാവണമെന്ന്. അതുകൊണ്ടാണല്ലോ കമ്മീഷണറായി കൊണ്ടുവന്നത്. കമ്മീഷണറായിട്ട് രണ്ടാമത് എക്സ്റ്റൻഷൻ കൊടുത്തത്. ആ എക്സ്റ്റൻഷൻ ഹൈക്കോടതി ഇടപെട്ട് റദ്ദാക്കിയതിന് ശേഷം അദ്ദേഹത്തെ മെമ്പറായിട്ടും പിന്നീട് പ്രസിഡന്റായിട്ടും കൊണ്ടുവന്നത്. അതായത് 2019 കാലഘട്ടത്തിൽ N വാസു അവിടുത്തെ സകല രേഖകളുടെ കസ്റ്റോഡിയനായി അവിടുത്തെ സർവാധികാരിയായി തുടരേണ്ടത് CPM-ന്റെ ആവശ്യമായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. അങ്ങനെ ഇരിക്കെ ഈ സ്വർണ്ണ കവർച്ചയിൽ CPM-ന് പങ്കില്ലെന്ന് എങ്ങനെയാ പറയാൻ കഴിയുക? ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നവംബർ 5-ാം തീയതിയിലെ ഓർഡറിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്ന ഒരു കാര്യം, ഇവിടെ സ്വർണ്ണ കവർച്ച മാത്രമല്ല അന്താരാഷ്ട്ര റാക്കറ്റ് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള സംശയമുണ്ട്. ടെമ്പിൾ ഓർണമെന്റ്സും ടെമ്പിൾ ജ്വല്ലറിയും വിദേശത്തേക്ക് കടത്തിയിട്ട് വലിയ തുകയ്ക്ക് ലേലം ചെയ്ത് വെക്കുന്ന സുഭാഷ് കപൂറിന്റെ നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര റാക്കറ്റിന് സമാനമായിട്ടുള്ള റാക്കറ്റ് ശബരിമലയിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ സംശയമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്വർണ്ണ വാതിൽ കൊണ്ടുപോയിട്ട് മറിച്ച് വിറ്റതാണ്. ഇത് ആദ്യമായിട്ട് പുറത്തുവിട്ടത് മാതൃഭൂമിയാണ്, നിങ്ങൾക്ക് അഭിമാനിക്കാം. കാരണം ഒക്ടോബർ 10-ാം തീയതി മാതൃഭൂമി പത്രത്തിലാണ് വാതിൽ മറിച്ച് വിറ്റപ്പെട്ടതാണോ എന്ന സംശയം ഉന്നയിക്കപ്പെട്ടത്. ആ സംശയത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നവംബർ 5-ാം തീയതിയിലെ വിധിയിൽ പറയുന്നുണ്ട്, ഇവിടെ സ്വർണം മറിച്ച് വിറ്റിരിക്കാനും അന്താരാഷ്ട്ര റാക്കറ്റുകൾ ഉൾപ്പെടെ ഇതിന് പിന്തുണ കൊടുത്തതായിരിക്കാനും സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും വലിയൊരു ഓപ്പറേഷൻ ശബരിമലയിൽ നടന്ന സമയത്ത് ഇത് കേവലം ഉദ്യോഗസ്ഥന്മാരുടെ മാത്രം ചുമലിൽ ചാരിക്കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കുമോ? അതോ ഇവരെ അവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്തിട്ടുള്ള പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, ഇതിന് മേൽനോട്ടം നടത്തേണ്ട സൂപ്പർവൈസറി റോൾ ഉണ്ടായിരുന്ന ദേവസ്വം മന്ത്രി ഉൾപ്പെടെ, ദേവസ്വം വകുപ്പ് ഉൾപ്പെടെ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള കൂട്ടുത്തരവാദിത്തമുള്ള സംവിധാനം ഈ കാര്യത്തിൽ എങ്ങനെയാണ് പ്രതിയാവാതിരിക്കുക എന്നുള്ളത് CPM വിശദീകരിക്കേണ്ടതുണ്ട്. ശരി, അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ശ്രീ ഗോപൻ, ഇവിടെ ഇപ്പോൾ ഉന്നയിക്കപ്പെട്ട ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയമുണ്ടല്ലോ. ആരാണ് ഉദ്യോഗസ്ഥർ എന്താണ് ചെയ്തത്, പൊളിറ്റിക്കൽ അപ്പോയിന്റീസ് എന്താണ് ചെയ്തത്? ഇവിടെ 6/3/2019 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറിക്ക് നൽകിയ കത്തിലാണ് സ്വർണം പൂശിയത് എന്ന ആ കാര്യം ഒഴിവാക്കി ചെമ്പ് മാത്രമായിട്ടുള്ളത്. അതിനു മുമ്പ് 16/2/2019 ഈ കേസിൽ പ്രതിയായ അറസ്റ്റിലായിട്ടുള്ള എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ ഈ N വാസുവിന് ദേവസ്വം കമ്മീഷണർക്ക് കൊടുത്ത കത്തിൽ കട്ടിള പൊതിഞ്ഞിട്ടുള്ള ബ്രാക്കറ്റിൽ മുൻപ് സ്വർണം പൂശിയിട്ടുള്ളത് എന്ന് സ്പെസിഫൈ ചെയ്തിരുന്നു. ഈ സ്വർണം പൂശിയിട്ടുള്ളത് എന്ന
സ്പെസിഫൈ ചെയ്തിരുന്ന കാര്യത്തെ മാറ്റിക്കൊണ്ട് ആദ്യത്തെ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നത് എൻ വാസുവിൽ നിന്നാണ്. തുടർന്ന് അങ്ങോട്ടാണ് എല്ലായിടത്തും ഈ സ്വർണം മാഞ്ഞ് ചെമ്പ് മാത്രമാവുന്നത്. മഹസറിൽ മുരാരി ബാബു എഴുതുമ്പോൾ സ്വർണ്ണമില്ല, ചെമ്പാണ്. തുടർന്ന് അങ്ങോട്ടെല്ലാം ചെമ്പാണ്. അപ്പോൾ ഇതൊരു മൗലികമായ പ്രശ്നമാണല്ലോ. നമ്മൾ ഈ കോൺസ്പിരസിയുടെ ഫൗണ്ടേഷൻ എവിടെ എന്ന് നോക്കി പോകുമ്പോൾ ഇപ്പോൾ ലഭ്യമാകുന്ന വിവരപ്രകാരം ചെന്ന് നിൽക്കുന്നത് എൻ വാസുവിലാണ്. അത് അവിതർക്കിതമായ കാര്യമല്ലേ? അംഗീകരിക്കുന്നോ? ശ്രീ അഭിലാഷ്, അതിനു മുമ്പ് ഞാൻ അതിനെക്കുറിച്ചൊക്കെ കൃത്യമായി പലതവണ വ്യക്തമാക്കിയതാണ്, ഇപ്പോഴും വ്യക്തമാക്കിയതാണ്. BJPയുടെ പ്രതിനിധി ബഹുമാന്യനായ ശ്രീ ശംഭുദാസ് ഇവിടെ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടേണ്ടതായിരുന്നു. നിങ്ങൾക്ക് ഇടപെടാൻ താല്പര്യക്കുറവുകൊണ്ട് മാത്രം ഇടപെടാതിരുന്നതാണ്. അദ്ദേഹം വളരെ വേഗതയിൽ പറഞ്ഞു തീർത്ത കാര്യത്തിൽ ശബരിമലയിലെ സ്വർണം മോഷ്ടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വിധിയാണ് ശബരിമല സ്ത്രീ പ്രശ്നത്തിലെ വിധിയെന്നാണ്. അതായത് RSSന്റെ പ്രതിനിധികളായിട്ടുള്ള പറഞ്ഞു എന്നുള്ളത് അങ്ങ് കേട്ടില്ല. കാരണം അങ്ങക്ക് ആവേശം CPMന്റെ പുറത്ത് ഈ പ്രശ്നം അവതരിപ്പിച്ച് ഒന്ന് സംതൃപ്തി അടഞ്ഞ് ചർച്ച അവസാനിപ്പിക്കുകയാണല്ലോ. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഞാൻ പറയട്ടെ, അദ്ദേഹം പറഞ്ഞത് ആ സമയത്തുള്ള കാര്യമാണ്. അതായത് ശബരിമലയിലെ വിധി ഇവിടെ എല്ലാം വലിച്ചടയ്ക്കുന്നതിൻ്റെ കാരണം എന്താണ്? ശബരിമലയിലെ വിധിയിൽ ഞങ്ങൾ ആരെങ്കിലും പോയി വിധി സമ്പാദിച്ചോ? ശ്രീ അഭിലാഷേ, CPIMുമായി ബന്ധപ്പെട്ട ആരെങ്കിലും സുപ്രീം കോടതി പോയോ ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്? ഞങ്ങളുടെ ഏതെങ്കിലും മഹിളാ പ്രസ്ഥാനങ്ങളോ ഞങ്ങളുടെ പാർട്ടിയോ ഞങ്ങളുടെ സംഘടനകളോ എവിടെങ്കിലും ഒരു സമരം നടത്തിയോ ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്? ഞങ്ങളുടെ ദേവസ്വം ബോർഡ് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടോ ശബരിമലയിൽ സ്ത്രീ പ്രവേശിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്? ഞങ്ങൾ പോകാത്തൊരു കാര്യത്തിന് RSSന്റെ വടക്കേ ഇന്ത്യയിലെ രാഷ്ട്രീയ നേതൃത്വം ആലോചിച്ച് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരാണ് ഭരിക്കുന്നത്, കേരളത്തിൽ സ്ത്രീകളെ അമ്പലത്തിൽ പ്രവേശിപ്പിക്കുന്നില്ല എന്ന വാദം അവിടെ രാഷ്ട്രീയമായിട്ട് ഉന്നയിക്കുകയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പോയി ഈ വിഷയങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് പരിഹാരം ഉണ്ടാക്കി അവർ കോടതി വിധിയുമായിട്ട് വരികയും ആ വിധിയെ സ്വാഗതം ചെയ്തുകൊണ്ട് അന്നത്തെ ജന്മഭൂമി പത്രം വാർത്ത കൊടുക്കുകയും RSSന്റെ ദേശീയ നേതൃത്വം സ്വാഗതം ചെയ്യുകയും ശ്രീ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത ഒരു വിധി കൊണ്ടുവന്നപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമായിട്ട് മാറി ആ വിധി നടപ്പിലാക്കാൻ. പക്ഷേ അതിനുശേഷം അവിടെ നടന്ന നാമജപഘോഷയാത്രയിലെ സ്ത്രീകളുടെ പങ്കാളിത്തം കണ്ടുകൊണ്ട് ആരാണോ കോടതി വിധി സമ്പാദിക്കാൻ പോയത് ആ സമ്പാദിക്കാൻ പോയ RSS പിന്മാറി, അതുപോലെ കോൺഗ്രസും പിന്മാറി. കോൺഗ്രസിൻ്റെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ടിരുന്ന ശ്രീ പ്രയാർ ബർവാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ നിന്നുകൊണ്ട് സുപ്രീം കോടതി വിധിക്കെതിരായിട്ട് നിലപാടെടുത്തു. ഈ സമയത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ശബരിമല സ്വർണ്ണ പ്രശ്നത്തെ ചർച്ച ചെയ്ത് അവതരിപ്പിക്കാൻ കൊണ്ടുവരുന്നതിൻ്റെ അപകടം ഒന്നാമതായിട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു. രണ്ടാമത് ശ്രീ അനിൽ ബോസ് മറുപടി പറയുമ്പോൾ പറഞ്ഞാൽ മതി. എനിക്കൊരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ്, ഒറ്റ ചോദ്യമേ ഉള്ളൂ. അതായത് ശബരിമലയിലെ ദേവസ്വം ബോർഡ് ജീവനക്കാരനും കോൺഗ്രസിൻ്റെ യൂണിയൻ്റെ ഭാരവാഹിയുമായിരുന്ന KS ബൈജു എന്നയാൾ ഈ കേസിൽ പെട്ടിട്ടുണ്ടോ എന്ന് മാത്രം അങ്ങ് പറഞ്ഞാൽ മതി. അദ്ദേഹം INTUC-കാരനോ കോൺഗ്രസ്സുകാരനോ അതൊക്കെ രണ്ടാമത്തെ പ്രശ്നം. ദേവസ്വം ബോർഡിലെ ജീവനക്കാരനായിരുന്ന KS ബൈജു ആണോ ഈ കേസിൽ ഒരു പ്രതി എന്നുള്ളത് അങ്ങ് പറഞ്ഞാൽ മാത്രം മതി. മൂന്നാമത് ഇതിൽ അങ്ങ് ചോദിച്ച ചോദ്യങ്ങളാണ്. അതിൽ ഞാൻ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു. ശ്രീ എൻ വാസു, അദ്ദേഹം യൗവനകാലത്ത് ഇടതുപക്ഷത്തിൻ്റെ സജീവ പ്രവർത്തകൻ, പിന്നീട് അദ്ദേഹം ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിലൂടെ സഞ്ചരിച്ച ആളാണ്. ബഹുമാനനായ ശ്രീ PK ഗുരുദാസൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിമാരുടെ കൂട്ടത്തിൽ അദ്ദേഹം പെടുമ്പോൾ അദ്ദേഹത്തിന് ട്രാക്ക് റെക്കോർഡ് നല്ലതായതുകൊണ്ടാണ് എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ ട്രാക്കിലേക്ക് അദ്ദേഹത്തെ പെടുത്തിയത്. നിങ്ങൾ അറിയേണ്ടതൊരു കാര്യം, കേരളത്തിൽ ഏറ്റവും നല്ല അഴിമതിക്ക് സാധ്യത എക്സൈസ് വകുപ്പാണല്ലോ. ആ എക്സൈസ് വകുപ്പ് CPMന്റെ ഒരുപാട് മന്ത്രിമാർ ഭരിച്ചിട്ടുണ്ടല്ലോ. 10 പൈസയുടെ അഴിമതി ആരോപണം CPMനെതിരായിട്ട് വന്നിട്ടുണ്ടോ? ഒരിടത്തും വന്നിട്ടില്ലല്ലോ. അപ്പോൾ ഏതെങ്കിലും വകുപ്പുമായി ബന്ധപ്പെട്ട് ഞാനത് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ട്രാക്ക് റെക്കോർഡ് കറക്റ്റായ ഒരാളെ പിടിച്ച് മന്ത്രിയുടെ സ്റ്റാഫായിട്ട് വെക്കുകയും അതുപോലെ ശുദ്ധിയുണ്ട് എന്ന ധാരണയിൽ തന്നെയല്ലേ ദേവസ്വം ബോർഡ് ഏൽപ്പിച്ചത്. ഇപ്പോഴും ഞാൻ ഇപ്പോഴും ഞാൻ പറയുന്നു, അദ്ദേഹം അത് പാർട്ടിയെ കൊടുത്തിട്ടുള്ള ഒരു സമീപനത്തെ അല്ലെങ്കിൽ ഒരു പോസ്റ്റിനെ അദ്ദേഹം ദുരുപയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും SIT പറയുന്നതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ശ്രീ എൻ വാസുവിനെ ആരാ സാർ പിന്തുണയ്ക്കുന്നത്? അത് നേരത്തെ തന്നെ പറഞ്ഞതല്ലേ, ഞങ്ങൾ ഉദ്യോഗസ്ഥരായാലും അല്ലെങ്കിൽ ഭരണാധികാരികളായാലും ഈ കാര്യത്തിൽ ഒരു നിലപാട് ആവർത്തിച്ച് പറയല്ലേ ഞങ്ങൾ. അതിനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യില്ലെന്ന് മാത്രമല്ല, ഞങ്ങളുടെ നിലപാടെന്താ? ഇവർ ഇപ്പോഴും പറയുന്നു മൾട്ടി സ്റ്റേറ്റ് വരുന്നത് കൊണ്ട് SIT പോരാ.
മൾട്ടി സ്റ്റേറ്റിന്റെ പശ്ചാത്തലത്തിലല്ലേ ശരി, ഓക്കെ, ഓക്കെ. നേരത്തെ അത് പോയിട്ട് SIT വിശദീകരിച്ച കാര്യം ആണല്ലോ. അല്ല ഒന്നുകൂടെ പറയട്ടെ, അന്വേഷണം എത്തത്തില്ലെന്നല്ലയോ നിങ്ങൾ എല്ലാവരും ചർച്ച ചെയ്തത്? ഞങ്ങൾ ഇടപെട്ടിട്ടില്ലല്ലോ. എൻ വാസുവിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഇടപെട്ടില്ലല്ലോ. ഇനി ആരുടെയെങ്കിലും കാര്യത്തിൽ ഒന്നും ഞങ്ങൾ ഇടപെടുന്നില്ലല്ലോ. പിന്നെ ഞങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഈ ചർച്ചയെല്ലാം നടത്തേണ്ട യുക്തി എന്താ? ശരി, അന്വേഷണത്തിൽ ഞങ്ങൾ ഇടപെട്ടിട്ടില്ല, അന്വേഷണം ശരിയായ ദിശയിലാണെന്നുള്ളതാണല്ലോ പോയിന്റ്. എനിക്കിപ്പോ ഇടവേള ഒരെണ്ണം അനിവാര്യമാണ്. ഇടവേളയ്ക്ക് ശേഷം ഞാൻ മറ്റു അതിഥികളിലേക്ക് മടങ്ങിയെത്താം. ഇടവേള. ഇപ്പോൾ എന്തായാലും എൻ വാസു അറസ്റ്റിലായിരിക്കുന്നു. പത്മകുമാറിനെ ചോദ്യം ചെയ്യാനായി വിളിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അടുത്ത ഘട്ടത്തിലേക്ക് അന്വേഷണം കടക്കുമെന്ന് തന്നെ നമ്മൾ വിശ്വസിക്കേണ്ടി വരും. അന്വേഷണത്തിൽ എന്തെങ്കിലും ആക്ഷേപം ഉന്നയിക്കാനുണ്ടോ? അന്വേഷണം ശരിയായ ദിശയിലാണ്, ഞങ്ങൾ ഒരു തരത്തിലും അന്വേഷണത്തിൽ ഇടപെട്ടിട്ടില്ല എന്ന് സർക്കാരിനും CPM-നും വാദിക്കാം. എല്ലാ കുറ്റവാളികളും പിടിയിലാകും. ഈ കാര്യത്തിൽ ആർക്കൊക്കെ വീഴ്ച പറ്റിയിട്ടുണ്ടോ, ആരൊക്കെ കുറ്റകരമായ അനാസ്ഥ കാണിച്ചിട്ടുണ്ടോ, ആരൊക്കെ ക്രിമിനൽ ആക്ടിവിറ്റി നടത്തിയിട്ടുണ്ടോ, അവരെല്ലാവരും ഈ കാര്യത്തിൽ അറസ്റ്റിലാകും, നിയമത്തിന് മുമ്പിൽ വരും എന്നുള്ളതാണ് സർക്കാരിന്റെ പോയിന്റ്. അഭിലാഷേ, നമ്മളൊരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ നമുക്കൊക്കെ വ്യത്യസ്തമായ രാഷ്ട്രീയ വീക്ഷണവും നിലപാടുകളുമുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ പല പാർട്ടികളിൽ പ്രവർത്തിക്കുന്നത്. പക്ഷേ വളരെ പ്രോമിനൻ്റായി ആളുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിൽ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആളുകൾ എന്ന് ധരിക്കുന്ന ഒരു സമൂഹത്തിൽപ്പെട്ടവർ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ആ ചർച്ച നടക്കുമ്പോൾ നമ്മൾ വസ്തുതയില്ലാതെ സംസാരിക്കാൻ പാടില്ല. അപ്പം അദ്ദേഹം ചോദിച്ചു, KS ബൈജു എന്ന് പറയുന്നയാൾ ആലപ്പുഴയിൽ INTUC ജില്ലാ പ്രസിഡന്റ് അല്ല. ബൈജു ആണ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ളത്. ഈ പറയുന്ന 2019 ഈ സംഭവം നടക്കുന്ന സമയത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ യൂണിയൻ നേതാവായിട്ടുള്ള ശ്രീ ബൈജു ഹരിപ്പാട് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. നമ്മൾ വിത്ത് ഓൺ റെക്കോർഡാണ് ഞാൻ സംസാരിക്കുന്നത്. മാത്രമല്ല ഈ സംഭവം ഇപ്പോൾ 2024 നടക്കുമ്പോഴും അദ്ദേഹം വിരമിച്ചു കഴിഞ്ഞു. നമ്മൾ ചർച്ചയിൽ വന്നത് KS ബൈജു പ്രതിയായി ജയിലിൽ കിടക്കുമ്പോൾ ബൈജു എന്ന് പറയുന്ന INTUC ജില്ലാ പ്രസിഡന്റ് കോൺഗ്രസിൻ്റെ യൂണിയൻ നേതാവ് പ്രതിയാണെന്നൊരു ചർച്ചയിൽ വന്നിരുന്ന് പറഞ്ഞാൽ സമയത്ത് ഞാൻ ഇടപെട്ടിട്ടില്ല, പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? അതെൻ്റെ ഡ്യൂട്ടിയല്ലേ, ഞാൻ ഇടപെടും. അതിന് കാത്തിരിക്കാനൊന്നും പറ്റില്ല. ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, ഏതെങ്കിലും ഒരു ഗോപൻ പെണ്ണുകേസിൽ പ്രതിയായി ജയിലിലായാൽ ഉടനെ തന്നെ ഞാൻ ചർച്ച വന്നിരുന്നു. മൈനാഗപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപൻ പെണ്ണുകേസിൽ പ്രതിയാണെന്ന് പറഞ്ഞാൽ അലിയാക്ക് അംഗീകരിക്കാൻ കഴിയും. അതുകൊണ്ട് ഉത്തരവാദിത്വ ബോധമില്ലാതെ വസ്തുതകൾ പഠിക്കാതെ ഒരാൾക്കെതിരെ ഇത്രയും ജനങ്ങളെ വൈകാരികമായ ആളുകൾ നോക്കിക്കാണുന്നൊരു വിഷയത്തിൽ കേസിൽ പ്രതിയാക്കാൻ ശ്രമിക്കരുത്. മനസ്സിലായില്ലേ? ഈ പറയുന്ന ബൈജു ദേവസ്വം തിരുവാഭരണം കമ്മീഷണറായി ജോലി ചെയ്തിട്ടുണ്ട്, സെക്രട്ടറിയായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അത് ഈ ഒരു കാലയളവിലും ജോലി ചെയ്തിട്ടില്ല. മനസ്സിലായില്ലേ? അയാൾ കേസിൽ പ്രതിയുമല്ല. നിലവിലെ പ്രതി KS ബൈജു ജയിലിലാണ്. മനസ്സിലായോ? നമ്മൾ ചർച്ച വന്നിരുന്ന് തോന്നിയാസം പറഞ്ഞിട്ട് പോകരുത്. അത് ഞാൻ പറയുന്നത് അതൊരു പൊതുപ്രവർത്തകൻ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ എത്ര കാലമായി ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഞാൻ ഇന്ന് വരെ വ്യക്തിപരമായി എനിക്ക് ബോധ്യമില്ലാത്ത ഒരു കാര്യം ഉത്തരവാദിത്തമില്ലാതെ ബന്ധമുണ്ടോ സാർ? പിന്നെ അല്ല, ജയിലിൽ കിടക്കുന്ന ഒരു ബന്ധവുമില്ല. ഒരു ബന്ധവുമില്ല. RSP നേതാവാണ്. താങ്കളുടെ ജില്ലയായ കൊല്ലം സ്വദേശിയാണ്. കോൺഗ്രസിന്റെ അല്ല, അദ്ദേഹം RSP എന്ന് പറയുന്ന നിങ്ങളുടെ ഭാഗത്ത് നിന്ന് യൂണിയന്റെ ആളായിരുന്നു. വേണമെങ്കിൽ ഞാൻ അതിന്റെ റെക്കോർഡ് തരാം. താങ്കളുടെ ജില്ലയിൽ കൊല്ലത്താണ് അദ്ദേഹത്തിന്റെ വീട്. അഡ്രസ്സ് പറഞ്ഞുതരാം. പോകുന്നോ? ഇന്ന് രാത്രി ഈ ചർച്ച കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അന്വേഷിക്കുക ഇടതുപക്ഷ യൂണിയനിലായിരുന്നു എന്നോ? അല്ല, ഞങ്ങളുടെ കൂടെ അല്ല സാർ. RSP ഞങ്ങളുടെ കൂടെ. അദ്ദേഹം അന്ന് ഇത് കേൾക്കൂ. അദ്ദേഹം വലിയ പോസ്റ്റിലൊക്കെ വരുമ്പോൾ യൂണിയൻ ചുമ്മാ ചർച്ച വഷളാക്കാൻ വന്നിരുന്നു. ചർച്ച ചെയ്യാതെ നാണം കെട്ട് നിൽക്കുമ്പോൾ പലതും കാണിക്കും. നിങ്ങൾ ഇവിടെ ചർച്ചയിൽ പറയാത്ത കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം താങ്കളുടെ ഈ ചർച്ചയിൽ ആരും പറയാത്ത കാര്യങ്ങളാണല്ലോ കുറച്ച് നേരം നിങ്ങളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. സ്ത്രീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് കോടതി വിധി ഞങ്ങളാരും അത് പറഞ്ഞില്ലല്ലോ. ഞാൻ മാത്രമാണ് അത് പ്രതിപാദിച്ചത്. ഞാൻ പറഞ്ഞ എത്രയാണ്? അയ്യപ്പൻ അന്നേ വിധി പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അല്ല, അയ്യപ്പൻ അന്നേ വിധി പറഞ്ഞു. സ്വർണം കൊള്ളയടിച്ചതിന് വിധി അയ്യപ്പൻ പ്രഖ്യാപിച്ചു എന്ന് ഞാൻ പറഞ്ഞു. അല്ലാതെ സ്ത്രീ പ്രവേശന വിഷയം ഇതിൽ ചർച്ചയാക്കാൻ ഞങ്ങൾ പോയില്ല. മനസ്സിലായില്ലേ? അപ്പം അന്ന് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിങ്ങൾ പോയി രാഷ്ട്രീയം വെച്ച് അത് BJPയോട് സ്നേഹം ആർക്കാണെന്നൊക്കെ നിങ്ങളങ്ങ് പറഞ്ഞു. ഈ ഇന്ത്യ മുഴുവൻ ഞാൻ ചോദിച്ചത്, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറിനെതിരെ ആക്ഷേപം വന്നപ്പം നിങ്ങളുടെ പാർട്ടിയുടെ നിലപാടെന്തായിരുന്നു? സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് അയാളെ ചോദ്യം ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളുടെ നടപടി എന്തായിരുന്നു?
എൻഫോഴ്സ്മെന്റ് ഓഫീസിലേക്ക് ഈ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ സമരം ചെയ്ത പാർട്ടി അതാണ് ചോദ്യം. ആ ചോദ്യം സ്വപ്ന കേസ് എവിടായി, മുഖ്യമന്ത്രിയുടെ മകളുടെ കേസ് എവിടായി, മുഖ്യമന്ത്രിയുടെ മകന്റെ കേസ് എവിടായി, മുഖ്യമന്ത്രിയുടെ മകന്റെ പേരിൽ നോട്ടീസ് എന്തായി എന്ന് നിങ്ങൾ ചോദിക്കണം. അവിടെയാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് കാര്യം പ്രതിപക്ഷത്തെ ബാക്കി എല്ലാ പാർട്ടികളെയും CPM-നെ വേട്ടയാടുന്നില്ല എന്നാണ് ചോദ്യമെങ്കിൽ നിങ്ങൾ വിടുപണി ചെയ്യുകയാണ് BJP-ക്ക്. നിങ്ങൾ വിടുപണിയാണ് മിസ്റ്റർ ഗോപന്റെ പാർട്ടി CPM മുഖ്യമന്ത്രി BJP-ക്ക് വിടുപണി ചെയ്യാണ്. അതുകൊണ്ടാണ് നമ്മുടെ വിഷയം കേന്ദ്ര ഗവൺമെന്റ് നിങ്ങളുടെ ആളുകളെ അറസ്റ്റ് ചെയ്യാത്തത് സൂര്യന് താഴെയുള്ള എല്ലാ വിഷയങ്ങളും നമ്മുടെ വിഷയം ശബരിമല സ്വർണ്ണ കവർച്ചയാണല്ലോ. അതിലേക്ക് വരും രണ്ടുപേരും കേസെടുക്കാത്തതും. നമ്മൾ മറ്റു വിഷയം ഈ എല്ലാ കഴിഞ്ഞ 5 കൊല്ലത്തെ എല്ലാ വിഷയങ്ങളിലേക്കും പോയാൽ ചർച്ച കൊണ്ടുപോലും നമ്മുടെ വിഷയം ശബരിമല സ്വർണ്ണ കവർച്ചയാണ്. അതിലേക്ക് വരും രണ്ടുപേരും. വെറുതെ കേവലമായ വാചാടോപമുള്ള വാഗ്വാദവും ആക്കരുതേ. ചർച്ച അലമ്പാക്കണം. ഇല്ല, രണ്ടുപേരും ഞാൻ പറയുന്നത് കേൾക്കൂ. അദ്ദേഹത്തിന് മറുപടി രണ്ടുപേരും ഞാൻ പറയുന്നത് കേൾക്കൂ. ഇവർ ഇത് കേൾക്കൂ. ശ്രീ അൽബോസ്, അങ്ങ് ഈ ശബരിമല സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വരും. നമ്മൾ ഇത് എത്രാമത്തെ പ്രാവശ്യം ഈ ശബരിമല വിഷയത്തിൽ ചർച്ചയ്ക്ക് ഇരിക്കുന്ന ആ വിഷയത്തിലേക്ക് വരും. അങ്ങ് ആ വിഷയത്തിലേക്ക് വരും. ശബരിമല വിഷയത്തിൽ നമ്മൾ എത്രാമത്തെ പ്രാവശ്യം ചർച്ചയ്ക്ക് ഇരിക്കുന്നത്? ഈ ചർച്ചകളിൽ എവിടെങ്കിലും CPM ഇന്നിപ്പോൾ പറയാണ് നടപടി എടുക്കുന്നു. നടപടി കോടതിയാണ് എടുക്കുന്നത്. അവിടെ ഇവർക്ക് എന്താ കാര്യം? പൂച്ചയ്ക്ക് എന്താ പൊന്നൂരുക്കുന്നിടത്ത് കാര്യം? ഒരു കാര്യമില്ല. നല്ല ഉത്തരവാദിത്തപ്പെട്ട സുനിൽ കുമാർ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഓഫീസർ കോടതിക്ക് കൃത്യമായി മറ്റ് കൂടെയുള്ള ആളുകൾ പോലും അറിയാതെ റിപ്പോർട്ട് കൊടുത്തുകൊണ്ടാണ് മിസ്റ്റർ CPM-കാര കേരളത്തിലെ ജനങ്ങൾക്ക് വിശ്വാസമുള്ള അന്വേഷണവും അറസ്റ്റും നടക്കുന്നത്. മനസ്സിലാക്കൂ കേട്ടോ? ശരി, ഓക്കെ. ശ്രീ ശങ്കുട്ടിദാസ്, ഇവിടെ ഇപ്പോ അന്വേഷണം അതിന്റെ അവസാനത്തെ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഈ അന്തർദേശീയ മാനങ്ങളുള്ള വിഗ്രഹ കവർച്ചയാണോ എന്നുള്ളത് കോടതി ഒരു സംശയം പ്രകടിപ്പിച്ചതാണ്. ഇതിന്റെ മോഡസ് ഓപ്പറാൻഡി കണ്ടിട്ട് റെപ്ലിക്കകൾ ഉണ്ടാക്കുന്നു, അപ്പോൾ ഈ റെപ്ലിക്ക വെച്ചിട്ട് ഒറിജിനൽ കടത്താനാണോ തുടങ്ങിയ സംശയങ്ങൾ ഉന്നയിക്കുകയാണ്. അതിൽ എന്തെങ്കിലും അന്വേഷിച്ച് കണ്ടെത്തിയതായി നമുക്ക് ഇതുവരെ അന്വേഷണ രേഖകൾ പരിശോധിക്കുമ്പോൾ വിവരങ്ങളില്ല. പക്ഷേ SIT ഇൻ ക്യാമറ സെഷനിലാണ് കോടതിയെ കാര്യങ്ങൾ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അന്വേഷിച്ച കാര്യങ്ങൾ പൂർണ്ണമായും പബ്ലിക് ഡൊമൈനിൽ ഇല്ലതാനും. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ പകൽ പോലെ വ്യക്തമായിട്ടുള്ളത് ശബരിമല ശ്രീകോവിലിലെ വാല്യുബിൾസ് അത് നഷ്ടമായിട്ടുണ്ട്. അതിൽ മിസ്അപ്രോപ്രിയേഷൻ വന്നിട്ടുണ്ട്. അതിൽ ഭരണസമിതി അടക്കമുള്ള ആളുകൾക്ക് പങ്കുമുണ്ട് എന്നുള്ളതാണ്. ഇനി ആ കാലത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് അവശേഷിക്കുന്നത്, മറ്റു ഉദ്യോഗസ്ഥരും. ഈ അന്വേഷണം ഈ നിലയിൽ, അതായത് ശബരിമല ശ്രീകോവിലിലെ വിലയേറിയ മൂല്യം കണക്കാക്കാൻ കഴിയാത്തത്ര പ്രസക്തിയുള്ള അമൂല്യ വസ്തുക്കൾ അവ മിസ്അപ്രോപ്രിയേറ്റ് ചെയ്തതിന്റെ അന്വേഷണം ഈ നിലയിൽ കൺക്ലൂഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കാമോ? നോക്കൂ, ഈ പറയുന്നത് പോലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിലെ സ്വർണ്ണാഭരണങ്ങളാവട്ടെ മറ്റ് സ്വത്തുവകകളാവട്ടെ അത് മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ 2 തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ നടക്കണം. ഒന്ന്, അതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ ശിക്ഷിക്കപ്പെടണം. 2, നഷ്ടപ്പെട്ടിട്ടുള്ള സ്വത്തുവകകൾ വീണ്ടെടുക്കപ്പെടണം. അതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ ആരാണോ അവരിൽ നിന്ന് അവരുടെ സ്വത്ത് ഉപയോഗിച്ച് അവരുടെ സമ്പാദ്യം ഉപയോഗിച്ചുകൊണ്ട് ആ സ്വത്തുവകകൾ വീണ്ടെടുക്കപ്പെടണം. അതിന് കൃത്യമായിട്ടുള്ള കണക്ക് ഉണ്ടാവേണ്ടതുണ്ട്. 1990-കൾ മുതലെങ്കിലുമുള്ള ഈ കാര്യത്തിലെ ഓഡിറ്റിങ്ങിൻ്റെ പോരായ്മയും മറ്റും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കപ്പെടേണ്ടതാണ് ഈ സാഹചര്യത്തിൽ. ഇവിടെ നമ്മുടെ മുന്നിലുള്ള വിവരം എന്താണ്? നമ്മുടെ മുന്നിലുള്ള വിവരം ഇതുവരെ ലഭ്യമായത് വെച്ച് നോക്കുകയാണെങ്കിൽ ശബരിമലയിലെ സ്വർണ്ണവാതിൽ, ആ സ്വർണ്ണവാതിൽ 2500 ഗ്രാമോളം സ്വർണം പൂശിയിരുന്നതാണ്. അത് കൊണ്ടുപോയിട്ട് മടക്കി കൊണ്ടുവന്ന സമയത്ത് 940 ഗ്രാം സ്വർണ്ണമേ അതിൽ പൂശിയിട്ടുള്ളൂ. 324 ഗ്രാം നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ശബരിമലയിൽ. 324 ഗ്രാം, അതെ ഞാൻ പറഞ്ഞു. അപ്പോൾ 2500-ൽ നിന്ന് 324 പോയി കഴിഞ്ഞാൽ പിന്നെ 2200 അല്ലേ ഉള്ളൂ. അതായത് 2 കിലോ 100 ഗ്രാം സ്വർണ്ണം അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ദ്വാരപാലക ശില്പങ്ങൾ, കട്ടിളപ്പടികൾ, താഴികക്കുടങ്ങൾ, ഇതിൽ നിന്നെല്ലാം ഇങ്ങനെ കിലോ കണക്കിന് സ്വർണം വേർതിരിച്ചെടുക്കുകയും അത് അന്യാധീനപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇത് വളരെ ചെറിയ അളവിൽ സ്വർണം നഷ്ടപ്പെട്ടിട്ടുള്ള കാര്യമല്ല. ഇതിൻ്റെ ക്വാണ്ടിറ്റി, ഇതിൻ്റെ വോള്യൂം വെച്ച് നോക്കുമ്പോഴാണ് ഇതിൻ്റെ പിന്നിൽ വലിയൊരു റാക്കറ്റോ മാഫിയോ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ടാവാൻ. കാരണം ഇത്രയും സാധനങ്ങൾ ഏറ്റെടുക്കാനും ഇതിന് ഒരു വിപണി കണ്ടെത്താനും ഒന്നും സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. അപ്പോൾ ഇതിൻ്റെ
പിന്നിലൊരു റാക്കറ്റ് തന്നെ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള സംശയം ഉണ്ടാകുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ കോടതിയുടെ വിധി പരിശോധിക്കുമ്പോഴാണ് ഈ പല സാധനങ്ങൾക്കും അവിടെ റെപ്ലിക്കകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ദ്വാരപാലക ശില്പങ്ങൾക്ക് വേറൊരു റെപ്ലിക്ക ഉണ്ടായിരുന്നു, വേറൊരു മോഡൽ ഉണ്ടായിരുന്നു. തൽക്കാലം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ, ഇത് പണിയെടുത്ത് വരുന്നത് വരെ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രൊവിഷൻ അവിടെ ഉണ്ടായിരുന്നു. ഇതേപോലെ തന്നെ പല സാധനങ്ങൾക്കും റെപ്ലിക്കകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഈ അന്വേഷണത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ അന്വേഷണം എത്തേണ്ടതുണ്ട്. ഇപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ മുരാരി ബാബു എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനും, പിന്നീട് ഈ പറയുന്ന സുധീഷ് കുമാർ എന്ന് പറയുന്ന ഒരു എക്സിക്യൂട്ടീവ് ഓഫീസറും, പിന്നീട് KS ബൈജു എന്ന് പറയുന്ന തിരുവാഭരണം കമ്മീഷണറാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ഉദ്യോഗസ്ഥന്മാരെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇത് ഉദ്യോഗസ്ഥ തലത്തിൽ നടന്നിട്ടുള്ളതല്ല, ആ കാലഘട്ടത്തിലുള്ള ദേവസ്വം കമ്മീഷണർ ആവട്ടെ ദേവസ്വം പ്രസിഡന്റ് ആവട്ടെ ഈ കാര്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു, അവരുടെ അറിവോട് കൂടിയിട്ടാണ് ഈ കാര്യങ്ങൾ നടത്തിയത് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ദേവസ്വം കമ്മീഷണറും പ്രസിഡന്റുമായിട്ടാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അയാളുടെ മൊഴിയിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് എന്താണ്? അയാളെ ചോദ്യം ചെയ്തപ്പോൾ മനസ്സിലാക്കുന്നത് അക്കാലത്ത് ദേവസ്വം പ്രസിഡന്റായിരുന്ന പത്മകുമാറിന് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിവരം ഉണ്ടായിരുന്നു എന്നാണ്. പത്മകുമാറിന് ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇത് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് നമ്മൾ കാണുന്ന ട്രെൻഡ്. ഇത് പ്രസിഡന്റിൽ ചെന്ന് അവസാനിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറയുന്നത് അങ്ങനത്തെ സർവാധികാരിയല്ല. ദേവസ്വം എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദേവസ്വംസ് എന്ന് പറയുന്ന കേരള സർക്കാരിന് കീഴിലെ ദേവസ്വം വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. അതല്ലാണ്ട് ഓട്ടോണോമസ് ആയിട്ട് സ്വയംഭരണം നടത്തുന്നതാണ് അതിൻ്റെ സങ്കല്പം. ഈ പറയുന്ന കവനന്റ് പ്രകാരമെങ്കിലും അങ്ങനെയല്ല നടക്കുന്നതെന്നുള്ളത് നമുക്ക് അറിയുന്നതാണ്. പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആയിട്ട് ഇവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ അവസ്ഥയിലും നമുക്കിത് ഉദ്യോഗസ്ഥന്മാരെ തള്ളി പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇനി പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു. അന്ന് ഈ ഗോപൻ ഈ ചർച്ചയിൽ വന്നിട്ട് എന്ത് പറയുന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം പത്മകുമാർ CPM-ന്റെ ജില്ലാ സംസ്ഥാന നേതാവായിരുന്ന ആളാണ്. മുൻ MLA ആണ്. ആറന്മുളയിൽ 1991 മുതൽ 96 വരെ CPM-ന്റെ MLA ആയിട്ടിരുന്ന ആളാണ്. ഈ തവണയാണ് അദ്ദേഹം സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത്. അതുവരെ CPM-ന്റെ സംസ്ഥാന സമിതി അംഗമായിരുന്നു. അയാളെ അവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് ചുമതലപ്പെടുത്തിയത് CPM ആണ്. ഈ പത്മകുമാറും ഈ തട്ടിപ്പിൽ പങ്കാളിയായിരുന്നു. അയാളുടെ അറിവോടും സമ്മതത്തോടും കൂടിയിട്ടാണ് ഇത് നടന്നത് എന്ന് പറഞ്ഞാൽ ഇവരെന്താ പറയുക? ഇനി ഇതൊന്നും വേണ്ട, ഈ അറസ്റ്റൊന്നും വേണ്ട. ഇതിനു മുമ്പ് തന്നെ ഹൈക്കോടതി കണ്ടെത്തിയിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട്. എന്താണ്? ഈ പത്മകുമാർ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് ശബരിമല അയ്യപ്പന്റെ യോഗദണ്ഡും രുദ്രാക്ഷമാലയും യാതൊരു ചിട്ടവട്ടങ്ങളും പാലിക്കാതെ, മാനദണ്ഡങ്ങളും പാലിക്കാതെ അദ്ദേഹത്തിന്റെ മകനെ കൊണ്ട് സ്വർണം പൂശിക്കാനാണെന്ന് പറഞ്ഞ് പുറത്തെടുത്ത് കൊണ്ടുപോവുകയും തിരിച്ചു കൊണ്ടു കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള ക്രമവിരുദ്ധമായിട്ടുള്ള ചട്ടവിരുദ്ധമായിട്ടുള്ള എത്രയോ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അവിടെ നടത്തപ്പെട്ടിട്ടുണ്ട്. ഈ കാര്യത്തിൽ അദ്ദേഹത്തിലേക്ക് അന്വേഷണം വന്നാൽ അദ്ദേഹവും സ്വാഭാവികമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെടുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അവിടെ കൊണ്ട് ഇത് അവസാനിക്കുന്നില്ലെന്നാണ് ഞാൻ പറയുന്നത്. എന്തിനാണ് നമുക്ക് മന്ത്രാലയങ്ങളും മന്ത്രികളും എല്ലാ കാര്യങ്ങളും ഉദ്യോഗസ്ഥന്മാർ നടത്തുകയാണെങ്കിൽ ഇവിടെ ഉദ്യോഗസ്ഥ ഭരണം പോലെ, ഇവിടെ ബ്യൂറോക്രസി മതിയല്ലോ. അങ്ങനെ ഉദ്യോഗസ്ഥന്മാർ ഭരിച്ചാൽ അത് ജനാധിപത്യമാവില്ല. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളാൽ ഭരിക്കപ്പെടുന്ന വ്യവസ്ഥയാണ് ജനാധിപത്യം. അതുകൊണ്ട് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് മേലെയെല്ലാം ജനപ്രതിനിധികളുടെ മേൽനോട്ടം വേണം എന്നതുകൊണ്ടാണ് ഈ പറയുന്ന മന്ത്രിമാരെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ചെലവും കൊടുത്ത് നമ്മൾ പോറ്റി വളർത്തുന്നത്. ഈ പറയുന്ന ഈ മന്ത്രിമാർ, കടകംപള്ളി സുരേന്ദ്രനാവട്ടെ, അതിനുശേഷം വന്നിട്ടുള്ള രാധാകൃഷ്ണനാവട്ടെ, അതിനുശേഷം വന്നിട്ടുള്ള ഈ വാസവനാവട്ടെ, ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ കാര്യങ്ങൾ കണ്ടെത്തി പുറത്തു കൊണ്ടുവരുന്നത് വരെ ഈ കാര്യങ്ങളെ പറ്റി സമ്പൂർണ്ണമായിട്ട് അജ്ഞരായിരുന്നെങ്കിൽ അവർ ശബരിമലയിൽ നട തുറക്കുന്ന സമയത്തൊക്കെ അവിടെ നടക്കി മുമ്പിൽ ചെന്ന് നിന്ന് തീർത്ഥം മേടിച്ച് കൈ സാനിറ്റൈസർ പോലെ കഴുകുന്നതല്ലാതെ ആ കാര്യങ്ങൾ അവരുടെ മൂക്കിന് കീഴിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റി പോലും യാതൊരു വിവരവും ഇല്ലാത്തവരായിരുന്നെങ്കിൽ, അവരുടെ കാലയളവിൽ നടന്നിട്ടുള്ള അഴിമതിയിലും കെടുകാര്യസ്ഥതയിലും കൊള്ളയിലും പോലും അവർക്ക് നേരിട്ടിട്ട് ഉത്തരവാദിത്തമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ മന്ത്രിവർഗം, എന്ത് ഭരണമാണ് ഇവിടെ CPM എന്ന് പറയുന്ന സർക്കാർ നടത്തുന്നത്? ഉദ്യോഗസ്ഥന്മാരല്ലേ എല്ലാ വകുപ്പിലും ഭരണം നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഏത് കെടുകാര്യസ്ഥതയ്ക്കും ഏത് അഴിമതിക്കും വേണമെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ മാത്രം പഴിചാരാൻ കഴിയുമല്ലോ. ഇവിടെ എവിടെയാണ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്? എവിടെയാണ് രാഷ്ട്രീയമായിട്ടുള്ള സൂപ്പർവിഷൻ? എവിടെയാണ് തെറ്റ് തിരുത്താനുള്ളൊരു സംവിധാനം? എവിടെയാണ്? ഇത് 100% CPM-ന്റെ അറിവോടും സമ്മതത്തോടും അവിടുത്തെ മന്ത്രിമാരുടെ ഉൾപ്പെടെയുള്ള പങ്കാളിത്തത്തോട് നടത്തപ്പെട്ടിട്ടുള്ള ഒരു വലിയ ക്രിമിനൽ കോൺസ്പിറസിയാണ്. അക്കാര്യത്തിൽ കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം വരേണ്ടതുണ്ട്. അവിടെയാണ് ഈ അന്വേഷണ സംഘത്തിന് കൈവറയ്ക്കുമോ, അന്വേഷണ സംഘത്തിന് ഭയം പിടികൂടുമോ, പ്രസിഡന്റ് വരെയുള്ള ആളുകളിൽ എത്തിയിട്ട് അവരവിടെ അവസാനിപ്പിക്കുമോ എന്നുള്ള സംശയം പൊതുസമൂഹത്തിനുള്ളതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ഓക്കെ. ഒന്നാമത് ഇവിടെ ശ്രീ ഗോപൻ, ഇതിൽ ഒരു പാറ്റേൺ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു തവണ ഒരു തട്ടിപ്പ് അങ്ങനെയല്ല, മറിച്ച് അവിടുത്തെ അമൂല്യ വസ്തുക്കളിലെല്ലാം ഈ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. വാതിലിൻ്റെ കാര്യം, ശ്രീകോവിലിൻ്റെ വാതിലിൻ്റെ കാര്യം ഹൈക്കോടതി വിധിയിൽ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങ് വായിച്ചു കാണുമല്ലോ. 2564 ഗ്രാം സ്വർണം ക്ലാഡ് ചെയ്ത, സ്വർണ്ണ തകിടുകൾ ഘടിപ്പിച്ച ആ വാതിൽ മാറ്റിയിട്ട്, ആ വാതിൽ വെറുതെ അങ്ങ് മാറ്റുകയാണ്. എന്താണ് മാറ്റാൻ കാരണം എന്നൊന്നുമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു കത്ത് കൊടുക്കുന്നു, ആ കത്ത് AO അംഗീകരിച്ചിട്ട് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കൊടുക്കുന്നു, ഇതനുസരിച്ച് തീരുമാനം എടുക്കുന്നു. എന്നിട്ടോ 2.5 കിലോ സ്വർണം ഉപയോഗിച്ച വാതിൽ വെറുതെ മാറ്റിയിട്ട് 324 ഗ്രാം സ്വർണം പൂശിയിട്ടുള്ള ഒരു വാതിൽ അവിടെ റീപ്ലേസ് ചെയ്യാണ്. ഇങ്ങനെയാണ് ഓരോ
ഓരോരോ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. 1.5 കിലോ സ്വർണം ഉപയോഗിച്ച് സ്വർണം ക്ലാഡ് ചെയ്ത ദ്വാരപാലകരെ മാറ്റിയിട്ട് 390 ഗ്രാം പൂശിയ ദ്വാരപാലകരെ അതിന് റീപ്ലേസ് ചെയ്ത് വെക്കുന്നു. ഇതൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്. അത് ഇനി ദേവസ്വം ബോർഡ് പ്രസിഡന്റിൽ ചെന്ന് നിൽക്കുമോ എന്നുള്ളതാണ് ഇവിടെ BJP ഉന്നയിക്കുന്ന ചോദ്യം. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കഴിഞ്ഞ് ഇനി മുകളിലുണ്ടല്ലോ ദേവസ്വം മന്ത്രി, അവിടേക്കാണ്. അതായത് നേരിട്ട് ഗവൺമെന്റിലേക്ക്, സർക്കാരിൽ ദേവസ്വം ഭരിച്ചിരുന്ന ആളുകളിലേക്ക് എത്തുമോ എത്തില്ലേ, ഈ സംശയമാണ് ഇതാ ഇപ്പോൾ ഇവിടെ പ്രകടിപ്പിക്കുന്നത്. ശ്രീ അഭിലാഷ് ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം അവിടെ നടന്നിട്ടുള്ള തിരിമറി, സ്വർണത്തിൻ്റെ തിരിമറിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കവർച്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. കഴിഞ്ഞ 1.5 മാസമായിട്ട് CPM പ്രതിനിധികൾ ഈ ചർച്ചയിൽ ഒരിടത്തുനിന്നും മാറി നിന്നിട്ടില്ല. ഏതെങ്കിലും ഘട്ടത്തിൽ അവിടെ നടന്ന ഈ സംഭവവികാസങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് ഞങ്ങളാരും സംസാരിച്ചിട്ടില്ല. അവിടെ നടന്നിട്ടുള്ള സംഭവങ്ങൾ കണ്ടുപിടിക്കാൻ ആവശ്യമായ ശക്തമായ ഇടപെടലാണ് നമ്മുടെ ദേവസ്വം വകുപ്പ് മന്ത്രിയും അതുപോലെ ഗവൺമെൻറ്റും ഹൈക്കോടതിക്ക് മുമ്പിലും ആവശ്യപ്പെട്ടത്. അപ്പോഴെല്ലാം ഇവർ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിൽ അന്വേഷണ ടീം നിന്നു കഴിഞ്ഞാൽ ഇത് ആരിലും എത്തില്ല, 5-6 ഉദ്യോഗസ്ഥന്മാരിൽ ചെന്ന് കറങ്ങി തിരിഞ്ഞങ്ങ് പോകും. ഇപ്പോൾ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റും മുൻ കമ്മീഷണറുടെ കയ്യിലും എത്തിയപ്പോഴും ഇവർ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ആരിലെത്തണമെന്നാണ്. ഇവർ നിർദ്ദേശിച്ചാട്ട ഹൈക്കോടതിയുടെ മുമ്പിൽ, ഇവർ നിർദ്ദേശിക്ക് SITയുടെ മുമ്പിൽ. അപ്പോൾ ഇവർ പറയുന്നിടത്തേക്ക് അന്വേഷണം എത്തണമെന്ന് പറയുന്നതിൻ്റെ യുക്തി എന്താ? അതിൻ്റെ അടിസ്ഥാനം SITയിൽ ഇവർക്ക് ഇപ്പോഴും വിശ്വാസമില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ബഹുമാന്യരായ കോൺഗ്രസ് സ്നേഹിതൻ BJPയുടെ സുഹൃത്തുമൊക്കെ നിങ്ങളുടെ 2 രാഷ്ട്രീയ പാർട്ടിയുടെ പശ്ചാത്തലത്തിലും അതിൻ്റെ ശൈലിയിലും വെച്ച് CPIMനെ അളക്കാൻ നിൽക്കരുത്. നിങ്ങൾ അളക്കുന്നത് നമ്മുടെ രാജ്യത്ത് ക്ഷേത്രവും അതുപോലെ ആരാധനാലയങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയം കളിക്കുന്നവരാണ് നിങ്ങൾ രണ്ടുപേരും. അവിടെ സാമ്പത്തിക തിരിമറിയും അഴിമതിയും നടത്തി പരിശീലനമുള്ളവരാണ് നിങ്ങൾ രണ്ടുപേരും. ഇപ്പോൾ ഉദാഹരണത്തിന് കോൺഗ്രസിൻ്റെ കാര്യം പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് രാമജന്മഭൂമി പ്രശ്നവും ബാബറി പ്രശ്നവും എടുത്തിട്ട് കൊടുത്തത് കോൺഗ്രസ് ആണ്, അത് ഉപയോഗപ്പെടുത്തിയത് BJP ആണ്. അവരുടെ ശൈലിയല്ല CPM സ്വീകരിക്കുന്നത്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം ശ്രീ അഭിലാഷേ. ഈ കേരളത്തിൽ ശൂരൽമലയിൽ 100 കണക്കിന് ആളുകൾ അവിടെ കുന്നുകൾ പൊട്ടി ഒഴുകി ചാലിയാർ പുഴയിൽ ചെന്ന് വീണപ്പോൾ ആ മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ കേരളം ഒന്നാകെ ഇറങ്ങിയപ്പോൾ അതിൻ്റെ പേരിൽ പണം പിരിച്ച് ആ പണം മുക്കാൻ പരിശീലനം കിട്ടിയ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരുള്ള ഒരു പാർട്ടിക്കകത്ത ശ്രീ അനിൽ ബോസ് ഇരിക്കുന്നത്. അദ്ദേഹമാണ് CPMനെ അവിടെ 20 കോടി രൂപ കല്ല് പെറുക്കി, കൂലിപ്പണി നടത്തി, മണൽ വാരി, പാറ പെറുക്കി, പേപ്പർ കളക്ട് ചെയ്ത്, ആക്രി വർക്ക് ചെയ്ത് 20 കോടി രൂപ കൊണ്ടുചെന്ന് വീടുണ്ടാക്കി കൊടുക്കുന്ന DYFI പ്രവർത്തകരെ പോലുള്ളവരെ പരിശീലിപ്പിക്കുന്ന CPMൻ്റെ മുഖത്ത് നോക്കി അഴിമതി നടത്താൻ പരിശീലിപ്പിക്കുന്ന പാർട്ടി എന്നൊക്കെ പറഞ്ഞാൽ ആര് വില കൊള്ളും? അതുപോലെ രാജസ്ഥാനിൽ ഒരു രാജ്യസഭാ മെമ്പറായിരുന്നു ശ്രീ KC വേണുഗോപാൽ. അന്ന് അദ്ദേഹം ഇന്ന് നടത്തിയ പ്രസംഗത്തിലും പറഞ്ഞു CPM BJP ഡീല്. ആ രാജസ്ഥാനിലെ രാജ്യസഭാ സീറ്റ് ശ്രീ KC വേണുഗോപാൽ രാജിവെച്ചാൽ അത് ലഭിക്കുന്നത് BJPക്കാണ്. അത് അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം രാജിവെച്ച് ഒരു സീറ്റ് കൂടി BJPക്ക് പാർലമെന്റിൽ ഉണ്ടാക്കി കൊടുത്ത് ആ സീറ്റിൽ തെരഞ്ഞെടുക്കപ്പെട്ട BJP ഭാരവാഹി കേന്ദ്രമന്ത്രിയാവുകയും ചെയ്ത് എന്നിട്ട് കേരളത്തിൽ വന്ന് ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായ CPMനെ പരാജയപ്പെടുത്താൻ ഇവിടെ വന്ന് ഒരു പാർലമെന്റ് സീറ്റ് അവിടെ വെച്ച് കൊടുത്ത ഒരു നേതാവാണ് ഡീലിനെ കുറിച്ച് പറയുന്നത്. പിന്നെ ഇവിടെ അദ്ദേഹം ശ്രീ BJPയുടെ പ്രതിനിധി പറഞ്ഞ ശ്രീ പത്മകുമാറിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ഒരിക്കൽ പോലും CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നിട്ടില്ല. ഒരു എറർ പറഞ്ഞുകൊണ്ടാണ്, അതൊരു അപകടമാണെന്നല്ല ഞാൻ പറഞ്ഞേ. മറ്റൊരു പാർട്ടിയിൽപ്പെട്ടവർക്ക് ഒരു പക്ഷേ മറ്റൊരു പാർട്ടിയിലെ വേറൊരു പാർട്ടിയിലെ ഘടകത്തെക്കുറിച്ച് ധാരണ ഇല്ലായിരിക്കും. ഒരു പെശകെന്ന് പറഞ്ഞല്ലേ ഞാൻ പറഞ്ഞു, ഒരു കാര്യത്തിൽ പറഞ്ഞ ഒരു എറർ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നത് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിലാണ്. ഞങ്ങൾ പൊളിറ്റിക്കൽ നോമിനികളായിട്ട് വളരെ ചുരുക്കം ആളുകളെ മാത്രമേ ശബരിമലയിൽ കൊടുക്കാറുള്ളൂ. അങ്ങനെ 2 പേരെ കൊടുത്തിട്ടുണ്ട്, ബാക്കി ഒരു ഘട്ടത്തിലും അത് കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ IAS കേഡറുള്ള ശബരിമലയിൽ ഒരു തരത്തിലുള്ള അഴിമതിയും നടക്കാൻ പാടില്ല എന്ന് ഞങ്ങളുടെ പാർട്ടിക്ക് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ K ജയകുമാറിനെ പോലുള്ള ഒരാളെ കൊടുത്തത്. നേരത്തെ പൊളിറ്റിക്കൽ നോമിനീസ് കൊടുത്തിട്ടുണ്ട്, അല്ലാത്തവരെയും കൊടുത്തിട്ടുണ്ട്. അത് കൂടുതലും കൊടുത്തിട്ടുള്ളത് പൊളിറ്റിക്കൽ നോമിനികളല്ല. ശ്രീ വാസുവിൻ്റെ കാര്യത്തിലായാലും ശ്രീ പത്മകുമാറിൻ്റെ കാര്യത്തിലായാലും വേറെ എവിടെയെങ്കിലും ചെന്നെത്തിയാലും ഞങ്ങളുടെ നിലപാടെന്താ നിങ്ങൾ ആദ്യം പറ. 1.5 മാസമായിട്ട് ഞങ്ങൾ എടുക്കുന്ന നിലപാടെന്താ? ഞങ്ങൾ പറയുന്നത് ശബരിമലയിൽ ഒരു തരി സ്വർണം പുറത്തു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊണ്ടുവെപ്പിക്കാനുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്വവും ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വവും ഞങ്ങൾ ഏറ്റെടുക്കും. ഞങ്ങൾ അതനുസരിച്ച് പ്രവർത്തിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഹൈക്കോടതി, നിങ്ങളിപ്പോൾ പറയുന്നത് ഹൈക്കോടതിയുടെ അന്വേഷണം പിന്നെ ഈ കോടതി നടത്തുന്നതല്ലേ, ഗവൺമെന്റ് പൊന്നുരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്താ കാര്യമെന്ന് ചോദിക്കുന്ന ആളെ
അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ ഹൈക്കോടതിയുടെ അന്വേഷണത്തിന്റെ ഭാഗമായി സംസ്ഥാന ഗവൺമെന്റ് എടുക്കുന്ന നിലപാടുണ്ടല്ലോ, ആ നിലപാടെന്താ? ആ നിലപാട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇക്കാര്യത്തിൽ എടുക്കുന്ന ഏത് കാര്യത്തിലും ഞങ്ങൾ കൂടെ ഉണ്ടെന്നാണല്ലോ ഞങ്ങൾ എടുക്കുന്ന നിലപാട്. നിങ്ങളെടുത്ത നിലപാട് എന്താ? വേറെ അന്വേഷണം വേണമെന്നാ പറഞ്ഞേ, CBI അന്വേഷണം വേണമെന്നാ പറഞ്ഞേ, ED അന്വേഷണം വേണമെന്നാ പറഞ്ഞേ. അതിന്റെ അർത്ഥം എന്താ? ഹൈക്കോടതിയുടെ നിലപാടിൽ നിങ്ങൾക്ക് അവിശ്വാസമുണ്ട് എന്നുള്ളതാണ്. നേരെ മറിച്ച് CPM എടുക്കുന്നതോ, കേരളത്തിലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരല്ലേ ഈ SITയുടെ ഭാഗമായിട്ടുള്ളത്. അവർക്ക് ആർക്കെങ്കിലും നിർദ്ദേശം ഞങ്ങൾ കൊടുത്തോ? ഞങ്ങൾ ഹൈക്കോടതിയുടെ മുമ്പിൽ പോയി ഇവരെ സപ്പോർട്ട് ചെയ്യാൻ പോയോ? ഞങ്ങൾ ഏറ്റവും സത്യസന്ധരായ ഉദ്യോഗസ്ഥരല്ലേ SITക്ക് അകത്തേക്ക് ഗവൺമെന്റ് ലിസ്റ്റ് കൊടുക്കുന്നു. ആ ലിസ്റ്റിൽ കോടതിക്ക് തൃപ്തിയുള്ള ഏറ്റവും പറ്റിയ ആളുകളെ നോക്കി കോടതി ഏറ്റെടുക്കുന്നു. ഗവൺമെന്റ് കൊടുത്ത ലിസ്റ്റാണല്ലോ, ആ ലിസ്റ്റിൽ നിന്നല്ലേ കോടതിക്ക് എടുക്കാൻ പറ്റൂ. അതിൽ ഏറ്റവും സത്യസന്ധരെന്ന് കോടതിക്ക് തോന്നിയ ആളുകളെയാണല്ലോ അവരെടുത്തത്. ഞങ്ങളുടെ അക്കാര്യത്തിലുള്ള ആത്മാർത്ഥതയെ നിങ്ങൾക്ക് എങ്ങനെ ചോദ്യം ചെയ്യാൻ പറ്റും? ഏറ്റവും ശരിയായി അന്വേഷണം നടക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചല്ലോ. ആ ആഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണല്ലോ ഇത് വാസുവിലേക്ക് എത്തുന്നത്. നേരെ മറിച്ച് കോൺഗ്രസ് ആണ് ഈ സ്റ്റേറ്റ് ഭരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ആളിലേക്ക് ഈ അന്വേഷണം എത്താതിരിക്കാൻ നിങ്ങൾ എന്തെല്ലാം സമീപനം സ്വീകരിക്കുമായിരുന്നു? നമുക്ക് എന്തെല്ലാം മുൻകാല അനുഭവങ്ങൾ അതിനകത്തുണ്ട്. എത്രയോ അനുഭവങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഏറ്റവും നല്ല ഉദാഹരണമല്ലേ നിങ്ങളുടെ ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്ന ശിവകുമാർ മന്ത്രിയായിരിക്കുമ്പോഴല്ലേ അവിടെ 1,87,00,000 പാത്ര കച്ചവടത്തിൽ അദ്ദേഹത്തിന്റെ സഹോദരൻ പ്രതിയായി പുറത്താക്കപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ സഹോദരനല്ല എന്ന് ശ്രീ അനിൽ ബോസ് ഇടയ്ക്ക് കയറി പറയില്ലല്ലോ. ശിവകുമാർ കോൺഗ്രസ് നേതാവാണെന്ന് ഇടയ്ക്ക് കയറി പറയില്ലല്ലോ. അദ്ദേഹത്തിന്റെ സഹോദരന്റെ പേര് ജയകുമാർ ആണെന്ന് ഇടയ്ക്ക് കയറി പറയില്ലല്ലോ. 1,87,00,000 അഴിമതി പെട്ടെന്ന് ഇടയ്ക്ക് കയറി പറയില്ലല്ലോ. അദ്ദേഹം അവിടുന്ന് പിരിച്ചുവിടപ്പെട്ടെന്ന് ഇടയ്ക്ക് കയറി പറയില്ലല്ലോ. ഇതെല്ലാം കോൺഗ്രസിന്റെ കാലത്ത് നടന്നു. ഏത് ശിവകുമാർ രാജിവെച്ചു? ഏത് അന്വേഷണം അദ്ദേഹത്തിന്റെ പേരിൽ നിങ്ങൾ നടത്തി? എന്ത് നിലപാടാണ് നിങ്ങൾ അദ്ദേഹത്തിന്റെ പേരിൽ എടുത്തത്? അദ്ദേഹത്തെ എന്നാ നിങ്ങൾ പുറത്താക്കിയത്? ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോ ശബരിമലയെ സംബന്ധിച്ച് മാത്രമല്ല, ഇനി നിങ്ങൾ നോക്കിക്കോ, 3 മുഖ്യമന്ത്രിമാർ ഈ ഇന്ത്യ രാജ്യത്ത് 3 സ്റ്റേറ്റുകൾ ഭരിച്ചു. എത്ര മന്ത്രിമാർ ഭരിച്ചു? ആരാണ് സാർ ഞങ്ങളുടെ ഒരാൾ ഒരു കോടതി വരാതെ നിൽക്കുന്നത്? ആരാണ് സാർ ഞങ്ങളുടെ ഒരാൾ ഒരു കേസിൽ അകപ്പെട്ട് നിൽക്കുന്നത്? നിങ്ങൾ കൊണ്ടുവന്ന നേരത്തെ സ്വർണത്തിന്റെ കഥയൊക്കെ നിങ്ങൾ പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് അന്വേഷിച്ചതാണ്. ഈന്തപ്പരവും ഖുറാനിലെ സ്വർണ്ണമല്ല. എവിടെ എത്തി നിൽക്കുന്നു സാർ? കേന്ദ്ര ഗവൺമെന്റ് ഇടവേള കൂടി എടുക്കാനുള്ള സമയമായിരിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം ഞാൻ അനിൽ ബോസിലേക്ക് വരാം. ഇപ്പോൾ ഇടവേള. ചർച്ചയിലേക്ക് വീണ്ടും അടുത്ത അനിൽ ബോസ്, അയ്യപ്പ സംഗമത്തിന്റെ പശ്ചാത്തലത്തിൽ ഉയർന്നു വന്ന വിവാദങ്ങളുടെ പരിണിതിയായി ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ശുദ്ധീകരണം നടന്നിരിക്കുന്നു. പ്രശാന്തിന് അടുത്ത ടൈം കിട്ടിയില്ല. വളരെ കറകളഞ്ഞ ട്രാക്ക് റെക്കോർഡുള്ള, അഡ്മിനിസ്ട്രേഷൻ നല്ല പരിചയമുള്ള, സിവിൽ സർവൻ്റ് ആയിരുന്ന, കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ആയിരുന്ന K. ജയകുമാർ പുതിയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവുന്നു. തൊട്ടു മുമ്പത്തെ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന രാജുവിനെ CPI അവരുടെ നോമിനിയായി അയക്കുന്നു. അങ്ങനെ നല്ല ട്രാക്ക് റെക്കോർഡുള്ള അഡ്മിനിസ്ട്രേറ്റർമാർ ഇനി ശബരിമലയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഭരിക്കാൻ പോവുകയാണ്. ആ തരത്തിലൊരു ശുദ്ധീകരണം നടന്നു. കുഴപ്പം ഉണ്ടാക്കിയ ആളുകൾ അഴിയെണ്ണാനും പോകുന്നു. അപ്പോൾ ഇത് ശുഭകരമായ ഒരു പര്യവസാനത്തിലേക്ക് പോവുകയല്ലേ? നടക്കട്ടെ. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുകയും കയ്യാമം വയ്ക്കുകയും ചെയ്യട്ടെ. കോടതിയിൽ വലിയ പ്രതീക്ഷയാണുള്ളത്. ഇപ്പം ഇരിക്കുന്ന സ്പെഷ്യൽ ഓഫീസറുടെയും വിജിലൻസിൻ്റെയും ഒക്കെ കോടതിയുടെ മേൽനോട്ടത്തിലുള്ള നടപടിക്രമങ്ങളെല്ലാം കേരള ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയ താല്പര്യത്തിന് വശംവദരാകാതെ പോകുന്നുവെന്ന് ബോധ്യപ്പെടുന്ന തരത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളത് ശുഭകരമാണ്. അത് ആ നടപടികൾ തുടരട്ടെ. പിന്നെ അദ്ദേഹം ഇവിടെ ചർച്ചയിൽ നമ്മൾ സ്വർണ്ണപ്പാളി ചർച്ച ചെയ്യുമ്പം അദ്ദേഹം ചൂരൽമലയാണ്. എനിക്ക് തോന്നുന്നത് 4ാമത്തെ കണ്ട് ചർച്ചയിലായിരിക്കുന്നത്. 4 ചർച്ചയിലും പറയുന്നതാണ് DYFIക്കാർ എത്ര വീട് വെച്ച് കൊടുത്തു. എനിക്കൊന്ന് അറിയാൻ വേണ്ടിയാണ്. കേരളത്തിൽ ഇതിൽ പരിഹാരം ഉണ്ടാക്കേണ്ട കേരള ഗവൺമെൻറ് ഒരു വീടെങ്കിലും വെച്ച് കൊടുത്തോ? എന്തുകൊണ്ടാണ് അവിടെ രാഷ്ട്രീയ പാർട്ടികൾ ഫണ്ട് പിരിച്ചിട്ട് വീട് വെച്ച് കൊടുക്കാത്തത്? അതിന് പൊതു തീരുമാനമുണ്ട്. ഓൾ പാർട്ടി മീറ്റിങ്ങും ക്യാബിനറ്റും നിയമസഭയും എല്ലാം ചർച്ച ചെയ്തെടുത്ത തീരുമാനമുണ്ട്. എന്താ തീരുമാനം? സ്ഥലം അലോട്ട് ചെയ്യേണ്ട ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് സ്ഥലം അലോട്ട് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ സ്ഥലം അലോട്ട് ചെയ്യാൻ പോലും കഴിയാതെ 800 കോടി രൂപ കയ്യിൽ കിട്ടിയിട്ട് ഇന്ന് വരെ വളരെ കൃത്യമായി ജാഗ്രവത്തായി കാര്യങ്ങൾ പൊതുസമൂഹത്തിന് വേണ്ടി കൂട്ടായി നിന്ന് വേഗത്തിൽ ചെയ്യേണ്ടതിന് പകരം അത് ചെയ്യാതെ ചർച്ചകളിൽ വന്ന് ഉത്തരം മുട്ടുമ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർ പിരിച്ച പണം എവിടെ? യൂത്ത് കോൺഗ്രസ്സുകാർ പിരിച്ചിട്ടുണ്ടെങ്കിൽ വീട് വെച്ച് കൊടുക്കും. ആ വീട് വെച്ച് കൊടുക്കാൻ സ്ഥലം സർക്കാർ അലോട്ട് ചെയ്യണമെന്ന പൊതുധാരണയുടെ അടിസ്ഥാനത്തിൽ സ്ഥലം അങ്ങ് കൊടുത്താൽ മതി. സ്ഥലം നാളെ കൊടുക്കുക. 4 മാസം കൊണ്ട് വീട് പണി അവിടെ പൂർത്തിയാവും. ഇനി നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ കൃത്യമായി പണം മുടക്കി സ്ഥലം എടുക്കാൻ നടപടിക്രമങ്ങളും സമാന്തരമായി ഗവൺമെന്റ് സ്ഥലം കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ്
വളരെ കൃത്യമായി ചെയ്തിട്ടുള്ളത്. പിന്നെ അദ്ദേഹം ഒരു ആരോപണം ഉന്നയിച്ചു, രാജ്യസഭയിൽ ഗവൺമെന്റ് സ്ഥലം കൊടുക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല. എന്തിനാണെന്നറിയാം? ഗവൺമെന്റിലേക്ക് പറയട്ടെ, ഇതൊന്ന് കേക്ക്, താങ്കളൊന്ന് കേക്ക്, ഇതൊന്ന് കേക്ക്, താങ്കളൊന്ന് കേക്ക്. എന്തിനാ കെ.സി. വേണുഗോപാൽ ഇങ്ങോട്ട്, കെ.സി. വേണുഗോപാൽ എന്തിനാണ് രാജിവെച്ച് ഇങ്ങോട്ട് പോകുന്നതെന്ന് താങ്കളൊന്ന് കേക്ക്. താങ്കളുടെ നേതാവും CPM-ന്റെ പൊളിറ്റ് ബ്യൂറോ മെമ്പറുമായ മുഖ്യമന്ത്രി BJP-യുമായി ഉണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിൽ ആറ്റിങ്ങലും തൃശ്ശൂരും ആലപ്പുഴയിലും അക്കൗണ്ട് തുറപ്പിക്കാൻ വി മുരളീധരനെ ആറ്റിങ്ങൽ MP ആക്കാൻ, ശോഭാ സുരേന്ദ്രനെ ആലപ്പുഴയിൽ MP ആക്കാൻ, തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ MP ആക്കാൻ കൃത്യമായ ധാരണ കൊടുത്തു. നിങ്ങളതിന് കൃത്യമായിട്ട് ഉത്തരവാദിത്വ ബോധത്തോടുകൂടിയാണ് പറയുന്നത്. ആ മുഖ്യമന്ത്രിയും അമിത്ഷായും മോഡിയുമായി ഉണ്ടാക്കിയ ധാരണ കൃത്യമായ BJP-യുടെ അക്കൗണ്ട് തുറപ്പിക്കില്ല എന്ന നിശ്ചയദാർഢ്യമാണ്. അല്ലെങ്കിൽ ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് വരുന്ന നിയമസഭയിൽ കാര്യം കേൾക്ക്, ഉത്തരം കിട്ടും. ഉത്തരം കേൾക്കാനുള്ള മനസ്സൂടെ കാണിക്കുക, ഉത്തരം കേൾക്കാനുള്ള മനസ്സൂടെ കാണിക്കുക. ഞാൻ ചിരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് കോന്നിയിൽ പോയി മത്സരിക്കുമായിരുന്നു. പക്ഷേ BJP-യുടെ അക്കൗണ്ട് ആലപ്പുഴയിൽ MP ആക്കാനുള്ള കെ.സി. വേണുഗോപാൽ കേരളത്തിൽ വന്ന് മത്സരിച്ചതിന് CPM-ന് നോക്കും. കാട്ടാക്കടയിൽ നിങ്ങളുടെ MLA അല്ലേ, അവിടെ ലീഡ് ആർക്കാ? കാട്ടാക്കടയിൽ നിങ്ങളുടെ MLA അല്ലേ, അവിടെ ലീഡ് ആർക്കാ? ആറ്റിങ്ങലിൽ നിങ്ങളുടെ MLA അല്ലേ, അവിടെ ലീഡ് ആർക്കാ? കായംകുളത്ത് നിങ്ങളുടെ MLA അല്ലേ? നിങ്ങളെക്കാൾ മുന്നിൽ എങ്ങനെ BJP അവിടെ വന്നു? കേരളത്തിലെ 11 നിയമസഭാ മണ്ഡലത്തിൽ CPM-ന് നേതൃത്വം കൊടുക്കുന്ന CPM-ന്റെ MLA-മാരുള്ള മണ്ഡലത്തിൽ എങ്ങനെ CPM-ന് മുന്നിൽ BJP വന്നു? CPM-ന് മുന്നിൽ BJP എങ്ങനെ വന്നു? അപ്പൊ വളരെ കൃത്യമായ കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിങ്ങളെ ചതിക്കുകയാണ്. CPM-നെ വിശ്വസിക്കുന്ന പാർട്ടിയാണ്, രാഷ്ട്രീയ ആരോപണങ്ങളാണ്, നമ്മുടെ വിഷയവുമായി ബന്ധവുമില്ലാത്തതാണ്. ചതിക്കുകയാണ് തന്റെ സ്വകാര്യ ലാഭത്തിന് വേണ്ടി. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതൊക്കെ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഉന്നയിക്കപ്പെടും. അതിനപ്പുറത്ത് അക്കാര്യത്തിൽ ഫാക്ടിനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും വലിയ പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. റെട്ടറിക്കലാണ് അത്. നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിക്കൊള്ളുക. നമ്മുടെ ചർച്ചയുടെ സമയം അവസാനിച്ചു. വളരെ നന്ദി 3 പേർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.